നമസ്കാരം. ഇന്ന് ഒക്ടോബർ 7, മുറിവേറ്റ ഓർമ്മകളുടെ 2ാം വാർഷികം. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ഏടുകളിലൊന്നായി 2023 ഒക്ടോബർ 7 അടയാളപ്പെടുത്തുന്നു. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ശബത്ത് ദിനത്തിൽ ഇസ്രയേൽ ജനതയുടെ ജീവിതത്തിലേക്ക് തീവ്രവാദം ഇരച്ചു കയറിയ ആ കറുത്ത പ്രഭാതത്തിന് ഇന്ന് 2 വർഷം തികയുകയാണ്. പാലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസ് നടത്തിയ ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്ന മിന്നൽ ഭീകരാക്രമണം ഇസ്രയേലിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെ മാത്രമല്ല ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ചു. തെക്കൻ ഇസ്രയേലിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് അത്യാധുനിക തോക്കുകളുമായി കടന്നു വന്ന ഭീകരർ നിസ്സഹായരായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 1200-ലധികം ആളുകളെയാണ് കൊലപ്പെടുത്തിയത്. സംഗീതോത്സവത്തിൽ പങ്കെടുത്ത യുവാക്കൾ മുതൽ സ്വന്തം വീടുകളിൽ ശാന്തമായി ഉറങ്ങിയ സാധാരണക്കാർ വരെ ആ ദുരന്തത്തിന് ഇരയായി. 250-ലേറെ പേരെ ബന്ദികളാക്കി അവർ ഗാസയിലേക്ക് കൊണ്ടുപോയി. ഒരു ജനതയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒറ്റ നിമിഷം കൊണ്ട് തകർന്നറിഞ്ഞ കാഴ്ചയായിരുന്നു അത്. 2 വർഷങ്ങൾക്കിപ്പുറവും ആ ഭീകരതയുടെ ആഘാതത്തിൽ നിന്ന് ഇസ്രയേൽ ജനത ഇനിയും മോചിതരായിട്ടില്ല. നഷ്ടപ്പെട്ടവരുടെ ഓർമ്മകൾ ഓരോ നിമിഷവും അവരെ വേട്ടയാടുന്നു. ഗാസയിൽ ഇപ്പോഴും തടവിലുള്ള ബന്ദികളുടെ മോചനത്തിനായി കണ്ണീരോടെ കാത്തിരിക്കുന്ന കുടുംബങ്ങൾ മാറ്റമില്ലാത്ത വേദനയുടെ പ്രതീകമായി നമ്മുടെ മുന്നിലുണ്ട്. ഇസ്രയേലിൽ ഹമാസ് തീവ്രവാദികൾ തുടങ്ങിവെച്ച ആ യുദ്ധത്തിൻ്റെ അലയൊളികൾ ഇന്നും പശ്ചിമേഷ്യയിൽ രക്തപ്പുഴയായി ഒഴുകുകയാണ്. ഈ വാർഷിക ദിനത്തിൽ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ലോകമെങ്ങും സമാധാനം പുലരാൻ, ഭീകരത ഇനി ഒരിക്കലും ആരുടെയും ജീവിതം കവർന്നെടുക്കാതിരിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നേർക്കാഴ്ചയുടെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. നേർക്കാഴ്ചയുടെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മളോടൊപ്പം 2 പേരാണ് പങ്കെടുക്കുന്നത്. അഡ്വക്കേറ്റ് ഫാദർ റോബിൻ പടിഞ്ഞാറേക്കൂട്ടിൽ കോതമംഗലം രൂപതയിൽ നിന്നുള്ള വൈദികനാണ്. ഒപ്പം ഇസ്രയേലിൽ നിന്നും ശ്രീമതി ഷൈനി ബാബു. ഈ 2 പേരാണ് നമ്മളോടൊപ്പം പങ്കുചേരുന്നത്. നിങ്ങൾക്ക് 2 പേർക്കും സ്വാഗതം. ആദ്യം ശ്രീമതി ഷൈനി ബാബുവിലേക്കാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ 7 അന്ന് ഇവിടെ കേരളത്തിലിരുന്ന് ഞങ്ങൾ പല വീഡിയോകളും കാണുമ്പോൾ ആദ്യം തോന്നിയിരുന്നത് ഇതെല്ലാം ഒരു ഗെയിം ആണെന്നാണ്. പലപ്പോഴും ഇത്തരത്തിൽ തോക്കുമായി വരുന്നു, വെറുതെ നിൽക്കുന്ന ആൾക്കാരെ വെടിവെച്ചിടുന്നു, വീട്ടിന് ഉള്ളിൽ കയറുന്നു, വെടിവെച്ചിടുന്നു. അത്തരത്തിൽ ഗെയിമുകളുടെ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന പല വീഡിയോകളും അത് ഗെയിമിൻ്റെ ഭാഗമാണെന്നാണ് ആദ്യം കരുതിയിരുന്നത്. കാരണം അതൊക്കെ സത്യമാണ്, ഇത്തരത്തിലൊക്കെ നമ്മുടെ ഈ ഒരു ലോകത്ത് നടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല മാധ്യമപ്രവർത്തകരായിരുന്നിട്ട് കൂടി. കാരണം അത്തരത്തിൽ ഉള്ള വാർത്തകളും വീഡിയോസുമായിരുന്നു ഒക്ടോബർ 7 2023 ഒക്ടോബർ 7 പ്രഭാതം മുതൽ ഇസ്രയേലിൽ നിന്ന് ലഭിച്ചിരുന്നത്. അത്തരത്തിൽ ഞങ്ങളെപ്പോലും ഷോക്കിംഗ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ അവിടെ ആയിരുന്നു ആ ദിവസങ്ങളിൽ. ഒക്ടോബർ 7 ഇസ്രയേലിൽ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ ദിവസത്തെ കാണുന്നത്? അല്ലെങ്കിൽ ആ ഒരു ദിവസം ഭയം, അല്ലെങ്കിൽ ഇസ്രയേൽ ജനതയിലുണ്ടായിരുന്ന ആ ഭയം, പേടി, ആ ഒരു അമ്പരപ്പ്, അതിനൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഓർത്തെടുക്കുന്നത്? നമസ്കാരം. 2023 ഒക്ടോബർ 7 ഒരു തിരിഞ്ഞുനോട്ടം നടത്തിയാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയേണ്ട ഒരു കാര്യം, അന്നേ ദിവസം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ വിശുദ്ധ ഒരു ദിവസമായിരുന്നു. വിശുദ്ധ ദിവസം എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ട സിംഹാത് തോറ എന്ന് പറയുന്ന തിരുനാൾ, ബൈബിളിൻ്റെ തിരുനാൾ ജൂതന്മാർ പ്രാർത്ഥനയോടുകൂടി ആചരിക്കുന്ന ഒരു ദിവസമായിരുന്നു. അന്നേ ദിവസം സാബത്ത് പോലെയായിരുന്നു. അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അവർ കാത്തു സൂക്ഷിക്കുന്ന ദിവസമാണ് സാബത്ത് അല്ലെങ്കിൽ ഷബാത്ത് എന്ന് പറയുന്ന ദിവസം. അന്നേ ദിവസം ഷബാത്ത് പോലെയുള്ള ഒരു ദിവസമായിരുന്നു. നമുക്കറിയാം, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഫോളോ ചെയ്യുന്നത് അവരുടെ ബിബ്ലിക്കൽ ഹീബ്രു കലണ്ടറാണ്. ഹീബ്രു കലണ്ടർ പ്രകാരം തിഷേറി മാസത്തിൻ്റെ 15ാമത്തെ ദിവസമാണ് സുക്കോത്ത് തിരുനാൾ ആരംഭിക്കുന്നത്. കൂടാര തിരുനാൾ, യഹൂദന്മാരുടെ കൂടാര തിരുനാൾ ആരംഭിക്കുന്നത്. കൂടാര തിരുനാളിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസമാണ് സിംഹാത് തോറ അല്ലെങ്കിൽ ബൈബിളിൻ്റെ തിരുനാൾ എന്നറിയപ്പെടുന്ന ദിവസം. 2023 കലണ്ടർ പ്രകാരം, ഹീബ്രു കലണ്ടർ പ്രകാരം അന്ന് ഒക്ടോബർ 7 സിംഹാത് തോറ ആയിരുന്നുവെങ്കിൽ ഇന്ന് 2025 ഒക്ടോബർ 7 സുക്കോത്ത് തിരുനാളിൻ്റെ തുടക്ക ദിവസമാണ്.
ഈ 2 ദിവസവും വിശുദ്ധ ദിവസമാണ് ഇപ്പോൾ നിലവിൽ സംസാരിക്കുന്ന ഈ ഒരു ദിവസം. 2023 അന്നത്തെ ആ ഒരു എൻ്റെ അല്ല, നമ്മുടെ എല്ലാവരുടെയും ഭാഷയിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ തീവ്രവാദത്തിൻ്റെ നരനായാട്ട്, ആ ഒരു നരനായാട്ട് അരങ്ങേറിയിട്ട് 2 വർഷം പൂർത്തിയാകുന്ന ഒരു ദിവസത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ അന്ന് 2023 ഒക്ടോബർ 7 സിംഹ തോറ തിരുനാളിൻ്റെ ആ ഒരു നിശബ്ദതയിലും പ്രാർത്ഥനയിലും യഹൂദ മക്കളായിരുന്ന ഒരു ദിവസമായിരുന്നു അത്. അതേപോലെ തന്നെ ഈ കൂടാര തിരുനാളെന്ന് പറയുന്നത് ഒരു കാർഷിക വിളവെടുപ്പിൻ്റെയും ഒക്കെ ഒരു തിരുനാൾ കൂടിയാണ്. അപ്പോൾ ഇവിടെ ഇസ്രായേലിലെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കഠിന മതവിശ്വാസികൾ, തീവ്ര മതവിശ്വാസികളും ഉണ്ട്, ഓർത്തഡോക്സ് ആയിട്ടുള്ള വിശ്വാസികളും ഉണ്ട്, അല്ലാതെയുള്ള സാധാരണക്കാരായിട്ടുള്ള യഹൂദ മതക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ സാബത്തൊന്നും ആചരിച്ചില്ലെങ്കിലും ഈ ഒരു വിളവെടുപ്പ് തിരുനാൾ അല്ലെങ്കിൽ ഈ ഒരു കാലാവസ്ഥ മാറ്റം, സമ്മറിൽ നിന്ന് വിന്ററിലേക്കുള്ള ഈ ഒരു മാറ്റം, കാലാവസ്ഥയുടേതായ ഒരു മാറ്റം, അങ്ങനെയൊക്കെ ഒരു ഫെസ്റ്റിവൽ മൂഡിൽ പോകുന്ന ഒരു സമയവും കൂടിയാണ് ഈ ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിലേക്കുള്ള തുടക്കം ഒക്കെയുള്ള ഈ ഒരു സമയം. അപ്പോൾ അന്നേ ദിവസം നോവ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ ഇവിടെ ഇസ്രായേലിൽ നമ്മുടെ ഗാസ ബോർഡറിൽ ഒരു സ്ഥലത്ത് ആഘോഷിക്കുവാൻ വേണ്ടി ഒരു കൂട്ടം യഹൂദ മക്കൾ മാത്രമല്ല, അറബിക്കായിട്ടുള്ള ആൾക്കാരും അല്ലാതെയുള്ള ആൾക്കാരും ക്രിസ്ത്യാനിറ്റിയിലുള്ള ആൾക്കാരും എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു നോവ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ, ഒരു എന്താ പറയുക, ഭൂമിയെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഉത്സവമായിരുന്നു. ആ ഒരു ഉത്സവം നടക്കുന്ന സ്ഥലത്തേക്കാണ് ഈ ഹമാസിന്റെ തീവ്രവാദികൾ പാരച്ചൂട്ട് വഴി വന്നിറങ്ങുകയും അവിടുന്ന് നിരപരാധികളായ ഒരുപാട് ആൾക്കാരെ വെടിവെച്ചും അല്ലാതെയും ഒക്കെ കൊലപ്പെടുത്തുകയും 260-ലേറെ പേരെ ആൾക്കാരെ ബന്ദികളായിട്ട് അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോവുകയും ഒക്കെ ചെയ്തത്. ആ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്ത് മാത്രമല്ല, ആ ഒരു ബോർഡർ ഏരിയകളിൽ ഉണ്ടായിരുന്ന കിബൂത്സുകൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതായത് കിബൂത്സ് എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളാണ്. ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് കൂടി ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുന്നതിനെയാണ് നമ്മൾ കിബൂത്സ് എന്ന് പറയുന്നത് ഇസ്രായേലിൽ. അപ്പോൾ ഗാസ ബോർഡറിലുള്ള ഒരുപാട് കിബൂത്സുകളിൽ അവർ കടന്നു കയറി, വീടുകൾ തോറും കടന്നു കയറി ഉറങ്ങിക്കിടന്നിരുന്ന ആൾക്കാരെയാണ് ഭയപ്പെടുത്തി എഴുന്നേൽപ്പിച്ച് അവിടെ നിന്ന് തന്നെ വീടിൻ്റെ ഉള്ളിൽ തന്നെ വെടിവെച്ച് കൊല്ലുകയും തീ വെച്ച് കൊല്ലുകയും അതുപോലെ തന്നെ ഗർഭിണിയായ ഒരു അമ്മയുടെ വയറ് കീറി ഒരു കുഞ്ഞിനെ പുറത്തെടുത്ത് കൊന്ന സംഭവങ്ങളുണ്ട്. പിഞ്ചു കുഞ്ഞിനെ നമ്മൾ ഭക്ഷണമൊക്കെ ചൂടാക്കുന്ന മൈക്രോ ഓവൻ്റെ കരിച്ച് കൊന്ന് അങ്ങനെ ചെയ്ത സംഭവങ്ങളുണ്ട്. സ്ത്രീകളായിട്ടുള്ള ആൾക്കാരെ ബലാത്സംഗം ചെയ്ത സംഭവങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒരു സ്ത്രീകളായിട്ടുള്ള ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ബലാത്സംഗം ചെയ്ത് അവരെ നഗ്നരാക്കി വണ്ടിയിൽ കൂടി കൊണ്ടുപോയി അത് ആഘോഷിച്ച് അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു പറഞ്ഞ് ഇത് ജൂതന്റെ മേലെയുള്ള വിജയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു കൂവി അതിന്റെ പിക്ചർ എടുത്ത്, വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തുന്നു. അതിനുശേഷം ഈ വന്ന കലാപകാരികളിൽ ഒരാള്, നമ്മളെല്ലാവരും കേട്ടതാണ്, അവിടെ നിന്ന് ഒരു അപ്പനെയും അമ്മയും വിളിച്ചിട്ട് ഫോണിൽ പറയുകയാണ്, എൻ്റെ കൈകൊണ്ട് ഞാൻ ഇത്ര ജൂതന്മാരെ കൊന്നു, ഇത്ര ജൂതന്മാരുടെ രക്തം എൻ്റെ കയ്യിലുണ്ട് അപ്പ അമ്മ എന്ന് പറയുമ്പോൾ മറുതലക്കിൽ ഫോണിൽ അപ്പനും അമ്മയും, നീ ഞങ്ങളുടെ മകനാണ്, ഞങ്ങൾ അഭിമാനിക്കുന്നു, ജൂതനെ കൊന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ പടർന്ന വീഡിയോകളും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഒക്ടോബർ 7 വരെയുള്ള ആ ഒരു കാലഘട്ടങ്ങളിൽ നമുക്ക് എപ്പോഴും ഈ ഒരു നാടിനോട് ഒരു വിശ്വാസമുണ്ട്, ഒരു എന്താ പറയുക, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഈ നാട് നമ്മളെ സംരക്ഷിക്കും, ഈ നാടിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളിൽ നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതിലേറെ നമുക്ക് ഇതൊരു വിശുദ്ധ നാടാണ്, ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്, ഈ വിശുദ്ധ നാട്ടിൽ നമ്മൾ എപ്പോഴും സംരക്ഷിക്കപ്പെടും എന്ന ഒരു ഉറച്ച വിശ്വാസം ഈ നാടിനോടും അല്ലാതെയുള്ള മതപരമായിട്ടും നമുക്ക് 2 രീതിയിലും ഒരു വിശ്വാസമുണ്ട്. ഇതിനു മുമ്പും പല യുദ്ധങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പല യുദ്ധങ്ങളിലൂടെ ഇസ്രായേൽ കടന്നുപോയ സമയങ്ങളിലും ഇവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 2021 ഇവിടെ യുദ്ധം നടന്നപ്പോൾ നമ്മുടെ ഒരു മലയാളി സഹോദരി നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി. അതിനുശേഷമാണ് ഈ ഒരു വലിയ യുദ്ധം വരുന്നതൊക്കെ. അപ്പൊ അന്നൊക്കെ ഇല്ലാതിരുന്ന ഒരു ഭീതിയാണ് ഈ ഒരു 2023 ഒക്ടോബർ 7 പൊട്ടിപ്പുറപ്പെട്ട യുദ്ധത്തിൽ ഉണ്ടായത്. അന്ന് ആ ഒരു തുടക്ക ദിവസത്തില് ആരും അതിനെക്കുറിച്ച് ഒരു എന്താ പറയുക, ഒരു അറിവില്ലാതിരുന്ന ഒരു സമയത്ത് ഇസ്രായേലിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സൈറൻ കേൾക്കുന്നു, യുദ്ധം ഉണ്ടാവും, തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടാവാറുണ്ട്, രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ ടെററിസ്റ്റ് ആക്രമണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോഴും ഈ സൈറൺ എന്ന് പറയുന്നത് നമുക്ക് അത്ര പുത്തരിയല്ല. അപ്പൊ അന്നത്തെ ദിവസത്തെ സൈറണുകളും ഈ ഒരു അപകട സൂചനകളും ഒക്കെ സാധാരണ ഉണ്ടാകുന്ന ഒരു കാര്യം പോലെയാണ് ഞങ്ങളൊക്കെ കരുതിയത് ആദ്യത്തെ ഒരു ദിവസം.
ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഇസ്രായേലിൽ ഉള്ളിലുള്ള ആൾക്കാർക്ക് പോലും ഒരു 1.5 ദിവസം വേണ്ടി വന്നു. പിറ്റേ ദിവസവും അതിന്റെ പിറ്റേ ദിവസവും ഒക്കെ ആയിട്ടാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അനുഭവിച്ചറിഞ്ഞതും അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റുന്നതും ഒക്കെ ഗാസ ബോർഡറിലുള്ള ആൾക്കാർക്കാണ്. ആ ഒരു സൈഡിൽ നിന്നാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഇസ്രായേലിന്റെ ഉള്ളിലുള്ളവർക്ക് തന്നെ അറിയാനായിട്ട് ഒരു 1.5 ദിവസം എടുത്തു. ആ അത്രയും ദിവസം, ആ ഒരു 1.5 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ തീവ്രത നമുക്ക് മനസ്സിലായത്. അന്ന് തൊട്ട് എല്ലാവരും നല്ല ഭീതിയിലായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ എന്നിരുന്നാലും നമുക്ക് ഈ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളോടുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ നമ്മൾ പിടിച്ചു നിന്നു. ആ 2023 ഒക്ടോബർ 7 തൊട്ട് ഇന്നേ ദിവസം എത്തി നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആദ്യത്തെ വർഷത്തെ ആ ഒരു ഭീതിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇപ്പൊ ഇല്ല എന്ന് വേണം പറയാൻ. കാരണം ഇസ്രായേലിലെ ജൂതന്മാർക്ക് പോലും പെട്ടെന്ന് ഭീതി ഉണ്ടായ ഒരു ദിവസമാണ് 2023 ഒക്ടോബർ 7 എന്ന് പറയുന്നത്. അവർക്ക് പോലും സമയമെടുത്തു ഇതെന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് വന്ന എന്താ പറയുക അപക്വതയും അല്ലെങ്കിൽ അതിൽ വന്ന കുറവുകളും ഒക്കെ മനസ്സിലാക്കിയെടുക്കാൻ എവിടെയാണ് എന്താണ് സംഭവിച്ചത്. ആ ഒരു വിശുദ്ധ ദിവസം തന്നെ തീവ്രവാദികൾ തെരഞ്ഞെടുത്തു എന്നുണ്ടെങ്കിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഇത് വർഷങ്ങളോളം പ്ലാൻ ചെയ്ത് 1-2 ദിവസം കൊണ്ടുണ്ടായ ഒരു പ്ലാനിംഗ് ഒന്നും അല്ല ഒക്ടോബർ 7 എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുത്തു. അങ്ങനെ ഒരു കുറച്ച് സമയങ്ങളിലൂടെയാണ് ആ ഒരു ഒക്ടോബർ 7 2023 ഞങ്ങൾ എല്ലാവരും കടന്നുപോയത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ഒരു 2 വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു, ഒത്തിരിയും പേരുടെ കഥകൾ കേട്ടു, ഒത്തിരിയും പേരെ നമ്മൾ നേരിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരോട് സംസാരിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ ബന്ദികളായിട്ട് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്ന ആൾക്കാരുടെ കുടുംബങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്, അവരെ വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ ഇസ്രായേൽ കടന്നു പോകുന്നു. ഈ ഒരു 2 വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെ കൂടുതൽ കോൺഫിഡൻഷ്യൽ ആയിട്ടും അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ധൈര്യത്തിലേക്കും കൊണ്ടുവന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഓക്കെ, വ്യക്തമാണ് ചേച്ചി. ഇപ്പോൾ ഇന്ന് മറ്റൊരു വിശുദ്ധ ദിനം കൂടിയാണ്. 2 വർഷത്തിന് ഇപ്പുറം മറ്റൊരു വിശുദ്ധ ദിനം കൂടി ഇസ്രായേൽ ഇന്ന് ആചരിക്കുകയാണ്. എങ്ങനെയാണ് ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം അവരെ കടന്നു പോകുന്നത്? ഇന്നത്തെ ദിവസം മാത്രമല്ല, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തൊട്ട് നമ്മുടെ ഇസ്രായേലിലെ ജൂതന്മാരുടെ പുതുവത്സര ആഘോഷം മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുവരെയുള്ള സാധാരണയായിട്ടുണ്ടാകുന്ന എല്ലാ വർഷങ്ങളെയും പോലെ തന്നെ ഇവിടുത്തെ ഇസ്രായേലികളുടെ കുടുംബങ്ങളിലെ കൂട്ടായ്മകളാണെങ്കിലും അവരുടെ ഒരുമിച്ചുള്ള ഒത്തുചേരലാണെങ്കിലും ഭക്ഷണം കഴിക്കലാണെങ്കിലും സിനഗോഗുകളിലെ പ്രാർത്ഥനകളാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നോർമലായിട്ട് തന്നെ പോകുന്നുണ്ട്. പുതുവത്സര ആഘോഷത്തിന് ശേഷം 10 ദിവസത്തിന് ശേഷമാണ് പ്രായശ്ചിത്ത ദിനം ഇവിടെ നമ്മൾ കൊണ്ടാടുന്നത്. യോം കിപ്പൂർ എന്ന് പറയും. പുതുവത്സര ആഘോഷങ്ങളും പ്രായശ്ചിത്ത ദിനവും വളരെ സമാധാനപരമായിട്ട് കടന്നുപോയി. പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, മറ്റു വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ കുടുംബങ്ങളിലും ആഘോഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആഘോഷങ്ങളുടെ കൂടെ തന്നെ ഈ യുദ്ധത്തിൽ മരിച്ചവരെയും അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ മുറിവേൽക്കപ്പെട്ടവരെയും ബന്ദികളായി പിടിച്ചുകൊണ്ട് പോകപ്പെട്ടവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ഓർക്കാനായിട്ട് കുറച്ച് സമയം അവർ മാറ്റിവെക്കുന്നുണ്ട്. അവർ സാധാരണയായി കുടുംബ കൂട്ടായ്മകൾക്കുള്ളിൽ ഡിന്നറൊക്കെ തുടങ്ങുമ്പോഴും അവരുടെ പ്രാർത്ഥന കിദൂഷ് എന്ന് പറയും. ആ ഒരു പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് അവർ പ്രാർത്ഥിക്കുന്ന വാചകങ്ങളുടെ അതിന്റെ കൂട്ടത്തിൽ ഇവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് 1-2 വാചകം ചേർത്ത് പ്രാർത്ഥിക്കാനായിട്ട് അവർ സമയം മാറ്റി വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതുപോലെയുള്ള വിശേഷ ദിവസങ്ങളിലെല്ലാം തന്നെ ആഘോഷങ്ങളിലേക്കൊക്കെ കയറുന്നതിന് മുമ്പ് ബന്ദികളായിട്ട് പിടിക്കപ്പെട്ട് കൊണ്ടുപോയവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കോർണറുകളുണ്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ പല സ്ഥലങ്ങളിലും. അവിടെ അവർ ഒത്തുചേരുകയും അനുസ്മരണ സമ്മേളനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെയുള്ളതുമായിട്ട് പറയാനായിട്ട്. അത് വിട്ടു നോക്കിയാൽ സാധാരണയായിട്ട് ഇതുവരെയുള്ള എല്ലാ വർഷങ്ങളിലും എങ്ങനെയാണോ യഹൂദ മക്കള് അവരുടെ വിശുദ്ധ ദിവസങ്ങളും ആചരിക്കുന്നത് അതേ ആചരണങ്ങളിൽ കൂടെ തന്നെ കടന്നു പോകുന്നു. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒക്ടോബർ 7 2025. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഇന്നാണ് നമ്മുടെ സുക്കോത്തിന്റെ പ്രധാന തിരുനാൾ. സുക്കോത്ത് ഇന്നലെ വൈകുന്നേരം തൊട്ട് തുടങ്ങി. ഇന്നാണ് മെയിൻ തിരുനാൾ, കൂടാര തിരുനാളിന്റെ മെയിൻ ദിവസം. നാളെ തൊട്ട് ഇന്ന് തൊട്ട് 7 ദിവസത്തേക്ക് ഈ ആഘോഷങ്ങൾ നീളും. കൂടാരങ്ങളിൽ അവർ പാർക്കുകയും ചിലരെങ്കിലും ഒക്കെ ആ കൂടാരങ്ങളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. സുക്ക എന്ന് പറയും അതിനാണ് സുക്കോത്ത് നമ്മൾ പറയുന്ന കൂടാര തിരുനാൾ എന്നുള്ള ഹീബ്രു വാക്കാണ്. അപ്പൊ അതിനുവേണ്ടി മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് കൂടാരങ്ങൾ കെട്ടുകയും കൂടാരങ്ങളിൽ പാർക്കുകയും ചെയ്തതിന്റെ ഓർമ്മയ്ക്കായിട്ട് അവര്
വീടുകൾക്കൊക്കെ മുമ്പിൽ സുക്കകൾ നിർമ്മിക്കാറുണ്ട്. സുക്ക എന്ന് പറഞ്ഞാൽ താൽക്കാലികമായ ഒരു പുര അല്ലെങ്കിൽ കിട്ടുന്ന താവളം, അങ്ങനെയുള്ള ഒരു അർത്ഥമാണ്. സുക്കകൾ കെട്ടാറുണ്ട്. സുക്കകളിൽ ഇരുന്നാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. എല്ലാ വർഷങ്ങളിലെയും പോലെ തന്നെ അവരുടെ ആചാരങ്ങൾ അവർ അതുപോലെ കാത്തു സംരക്ഷിച്ചു പോരുന്നു. വളരെ മിതത്വമായ രീതിയിൽ, വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ, എന്നാൽ വളരെ സൈലന്റ് ആയിട്ട് ഇസ്രായേൽ കൂടാര തിരുനാളിലൂടെ കടന്നു പോകുന്നു. ഇന്നത്തെ ഒരു ദിവസം, ഇന്നലെ മുതൽ വളരെ ഹൈ സെക്യൂരിറ്റി അലേർട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എവിടെയും സൈറനുകളോ കാര്യങ്ങളോ ഒന്നും മുഴങ്ങി കേട്ടില്ല. ആകെപ്പാടെ ഒരു സ്ഥലത്ത്, ഗാസ ബോർഡറിൽ മാത്രം 1-2 സ്ഥലത്ത് രാവിലെ സൈറൻ ഉണ്ടായതായിട്ട് TV കാണുകയുണ്ടായി. അതൊഴിച്ചാൽ നിലവിൽ എല്ലാ ആചാരങ്ങളും അതേപോലെ തന്നെ. ഈ ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം, അതായത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് ഹമാസിനെ പൂർണ്ണമായി തുടച്ചു നിൽക്കുക എന്ന ഒരു ചിന്തയിലേക്ക് ഇസ്രായേൽ എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത അത്തരത്തിലൊരു വിശ്വസിക്കുന്നുണ്ടോ? ഹമാസിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ, പൂർണ്ണമായിട്ട് ഇതിനൊരു അവസാനം എന്തായാലും ഉണ്ടാവത്തില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നിരുന്നാലും ഒരു നല്ല ശതമാനം ടണലുകളാണെങ്കിലും അതുപോലെ തന്നെ ആയുധ ശേഖരണങ്ങളാണെങ്കിലും തീവ്രവാദികളുടെ താവളങ്ങളൊക്കെ ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാം തന്നെ തകർക്കാനായിട്ട്, നശിപ്പിച്ച് കളയാനായിട്ട് ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹമാസിന്റെ ഏറ്റവും മുതിർന്ന തലവന്മാരെയും നേതാക്കന്മാരെയും ഒക്കെ ഇല്ലാതാക്കാനായിട്ട് ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട്. എത്രയൊക്കെയാന്ന് പറഞ്ഞാലും ഈ ഒരു യുദ്ധത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 90% വിജയവും ഇസ്രായേലിന്റെ ഭാഗത്ത് തന്നെയാണെന്ന് നമുക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റും. പിന്നെ 2 ഭാഗത്തും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഉള്ളതുപോലെ 2 പക്ഷമുണ്ട് ഇവിടെയും, ഭരണപക്ഷവും പ്രതിപക്ഷവും. ഇപ്പം ഭരണപക്ഷത്തിന്റെ ഒരു പോരായ്മ കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചത് എന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല ശതമാനം ആൾക്കാർ ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു 2 പക്ഷം നിലനിൽക്കുന്നിടത്തോളം കാലം പാലസ്തീൻ എന്നുള്ള ഒരു രാഷ്ട്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാർ ഇവിടെയും ഉണ്ട്. 2 പക്ഷം എന്ന് പറയുമ്പം എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു 2 പക്ഷം നിലവിലുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിന് ഒരു കൃത്യമായ ഒരു ആൻസർ നമുക്ക് പറയാൻ പറ്റത്തില്ല. പൂർണ്ണമായ ഒരു വിജയം യഹൂദ മക്കള് അവകാശപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയും ഒരു നല്ല ശതമാനം ആൾക്കാർ അതിന് വേറെ ഒരു പക്ഷമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ 100% വിജയം എന്ന് നമുക്ക് പറയാറായിട്ടില്ല. 100% വിജയം ആകണമെങ്കിൽ ഈ ബാക്കി കിട്ടാനുള്ള ബന്ദികളെ നമുക്ക് തിരിച്ചു കിട്ടണം. അവരുടെ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാവണം. ഈ ബാക്കി കിട്ടാനുള്ള 54 പേരിൽ 53 പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് ഇനിയുള്ളത്. അതിലാകെ 20 പേരെ ജീവിച്ചിരിപ്പുള്ളൂ എന്ന് പറയുന്നു. അതിനകത്തൊരു കൃത്യതയില്ല. അതേപോലെ തന്നെ ഈ ജീവിച്ചിരിക്കുന്നവരെ മുഴുവനായിട്ട് ഒറ്റ ഡീലിൽ വിട്ടുകൊടുക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. ഇപ്പോഴും ഈ ബന്ദികളായിട്ട് കൊണ്ടുപോയിരിക്കുന്ന ആൾക്കാരുടെ ശവശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ട് ബാക്കി അവശിഷ്ടങ്ങൾ അവർ കൊടുക്കാമെന്ന് പറഞ്ഞതിന്റെ പേരിൽ അതേ ശരീരാവശിഷ്ടങ്ങൾ ഇപ്പോഴും എന്താ പറയാ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇസ്രായേൽ കടന്നു പോകുന്നത്. അപ്പൊ അത്രയും എന്താ പറയാ ക്യൂരിയോസിറ്റിയോടുകൂടി ഈ ഫാമിലികളും ബന്ധുക്കളും മറ്റുള്ള ജനങ്ങളും എല്ലാം കാത്തിരിക്കുന്നത് ഈ ബന്ദികളുടെ വിമോചനത്തിന് വേണ്ടിയാണ്. ബന്ദികളെ പൂർണ്ണമായി വിമോചിച്ച് കിട്ടുന്നത് വരെ, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സമാധാന കരാറ് പൂർണ്ണമായി പാലിക്കുന്നത് വരെ ഒരു 100% വിജയമെന്ന് നമുക്ക് 2 ഭാഗത്തും പറയാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ ഭാഗത്ത്. പക്ഷെ പൊതുവെ നോക്കുമ്പം ഒരു നല്ല ശതമാനം, നല്ല രീതിയിൽ ഹമാസ് എന്ന് പറയുന്ന ആ ഒരു തീവ്രവാദ സംഘടനയെ അല്ലെങ്കിൽ തീവ്രവാദത്തെ ഒതുക്കി നിർത്താൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. അത് തന്നെയാണ് ഇവിടെ ഇസ്രായേലിലുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെയും അഭിപ്രായങ്ങളും അവരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. ഓക്കെ, നമുക്ക് അച്ഛനിലേക്ക് ഒന്ന് പോവാം. അച്ഛാ, കേൾക്കാമോ? അച്ഛാ, കേൾക്കാമോ? കേൾക്കാം. അച്ഛാ, ഇപ്പം നമ്മൾ നേരത്തെ ഷൈനജിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി കേട്ടതാണ്. അതായത് ഒരു തീവ്രവാദത്തിൻ്റെ നരനായാട്ട്, അത് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിൽ നടത്തിയ ആ ദിനത്തിൻ്റെ ഓർമ്മകളാണ് നമ്മളിപ്പോൾ ഈ ഒരു ചർച്ചയിലൂടെ തന്നെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഇന്ന് 2 വർഷങ്ങൾക്ക് അപ്പുറം ഇന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളതും കൂടിയാണ്. ഈ ഒരു കാര്യത്തിൽ ഹമാസ് തീവ്രവാദികൾ ചെയ്ത കാര്യങ്ങൾ ഇന്ന് നമ്മൾ ലോകത്തിൻ്റെ പല കോണിൽ നിന്നും ഹമാസ് എന്ന് പറയുന്ന ആ ഒരു തീവ്രവാദ പ്രസ്ഥാനത്തെ ന്യായീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പാലസ്തീന് സ്വന്തമായ ഒരു രാജ്യം ലഭിക്കാൻ, അല്ലെങ്കിൽ അവർക്കൊരു രാഷ്ട്രം ലഭിക്കാൻ ഈ ഒരു ഹമാസ് തീവ്രവാദ സംഘടന അല്ലെങ്കിൽ ഹമാസ് സംഘടന അവർ ഒരു ധാർമ്മികയുടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പോരാടുന്നു എന്ന തരത്തിലൊക്കെ ചില പ്രതികരണങ്ങളും അവരെ അത്തരത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ വിശേഷിപ്പിക്കുന്നവരോട് അതിനെക്കുറിച്ച് അച്ഛൻ എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ അതൊരു മതത്തിൻ്റെ പിൻബലമുള്ളത് കൊണ്ടാണോ ഈ ഒരു ഹമാസ് തീവ്രവാദികളെ ഒരു ധാർമ്മിക മുഖംമൂടി നൽകാൻ ലോകം ചിലപ്പോഴൊക്കെ ശ്രമിക്കുന്നത്? ഹമാസ് തീവ്രവാദികളെ സംബന്ധിച്ച്
പലപ്പോഴും പാലസ്തീൻ എന്ന രാജ്യത്തെയും ഹമാസിനെയും നമ്മൾ ഒരേ രീതിയിൽ മനസ്സിലാക്കപ്പെടുന്നുണ്ട് പലപ്പോഴും ഒക്കെ. അതായത് ഈ ഹമാസ് എന്ന് പറയുന്ന ഒരു രാജ്യമൊന്നുമല്ല, അതൊരു പക്ക തീവ്രവാദ പ്രസ്ഥാനമാണ്. നമ്മളുടെ നാട്ടിലെ IS പോലെ, അതുപോലെ പ്രത്യേക പേരുള്ള പല തീവ്രവാദ പ്രസ്ഥാനം പോലെ അവിടെയുള്ള ഒരു തീവ്രവാദ പ്രസ്ഥാനം മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിലേക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ കുറച്ച് അവർ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിന് ഏറ്റവും വലിയ തടസ്സമെന്ന് പറയുന്നത് ഈ ഹമാസ് തീവ്രവാദ പ്രസ്ഥാനം തന്നെയാണ്. അത് ഒരു മതത്തിന്റെ മുഖം ഇതിനുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മളുടെ മാധ്യമങ്ങളും അതുപോലെ പൊതുസമൂഹവും ഒക്കെ മനസാക്ഷി ഹമാസിന് അനുകൂലമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഈ ഒക്ടോബർ 7-8 സംഭവം ഉണ്ടായപ്പോൾ തന്നെ പല മാധ്യമങ്ങളും, കേരളത്തിലെ തന്നെ പല മാധ്യമങ്ങളും ഹമാസിന് അനുകൂലമായ നിലപാടാണ്. അത് ഇസ്രായേൽ എന്ന് പറയുന്നത് ആക്രമിക്കപ്പെടേണ്ടവരാണ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ ഒരു മതത്തിന്റെ പിൻബലം ഉള്ളതുകൊണ്ട് തന്നെ ഈ തീവ്രവാദ പ്രസ്ഥാനത്തെ പുണ്യാളന്മാരായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഹമാസ് മനഃപൂർവ്വം അതായത് ഇരവാദം ഉന്നയിക്കുക, അതായത് അവർ ചെയ്യാനുള്ള ക്രൂരതയെല്ലാം ചെയ്തിട്ട് ഞങ്ങളെ ഇരയാക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് അവർ പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാനായിട്ട് കഴിയുക. അതായത് ഇസ്രായേലിൽ നിന്ന് പിടിക്കപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ അവരുടെ മാനത്തിനും അവരുടെ ജീവനും ഒന്നും വില പറയാതെ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു നിലപാട് പറയാതെ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹമാസിന്റെ ആളുകളെ കുറിച്ചുള്ള ആകുലതകള്, പാലസ്തീനകളെ കുറിച്ചുള്ള ആകുലതകളാണ്. അത് പാലസ്തീൻകാർക്കുള്ള അഭിമാനം പോലെ തന്നെ ഇസ്രായേലുകാർക്കും അഭിമാനവും ജീവനും വിലയുണ്ട്. അത് നമ്മൾ അംഗീകരിക്കാതെ ഒരു നിലപാടെടുത്തിട്ട് കാര്യമില്ല. അപ്പൊ ഹമാസ് എന്ന് പറയുന്നത് ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ് എന്നുള്ള ആ ഒരു നിലപാട് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കണം. തീവ്രവാദമായിട്ട് തന്നെ അംഗീകരിക്കുക. അതിനുശേഷം മാത്രമേ നമുക്ക് ഇതിനെ ന്യായീകരിക്കാനോ അല്ലെ അവരുടെ പക്ഷം പറയാനോ കഴിയുള്ളൂ. അതായത് ഒരു തീവ്രവാദ പ്രസ്ഥാനം എന്ന രീതിയിൽ തന്നെ ഹമാസിനെ നമ്മൾ കാണണം. അതിന് മതത്തിന്റെ പരിവേഷം കൊടുത്തതുകൊണ്ട് ഹമാസ് ഒരിക്കലും പുണ്യാളന്മാരായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ആദ്യമായി എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, പാലസ്തീനിൽ ആളുകളിൽ നിന്ന് ഹമാസിന് ലഭിക്കുന്ന പിന്തുണ അതിപ്പോഴും കുറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ പാലസ്തീൻകാർ ആ ഒരു ഹമാസ് എന്ന ആശയം മുഴുവനായിട്ട് ഉൾക്കൊണ്ടത് കൊണ്ടാണോ? അതിനെക്കുറിച്ച് എന്താണ് അച്ഛന് പറയാനുള്ളത്? അതായത് ഒരു തെറ്റായ പ്രത്യയശാസ്ത്രമാണെങ്കിൽ പോലും നമ്മളുടെ മനസ്സിലേക്ക് കുത്തിവെക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് മാറി ചിന്തിക്കാനായിട്ട് കഴിയത്തില്ല. ഹമാസിന് മാത്രമല്ലല്ലോ, നമ്മുടെ നാട്ടിലുള്ള ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അതായത് പൊതുസമൂഹം മുഴുവൻ അറിയാം ഇത്തരം പ്രസ്ഥാനങ്ങള് തീവ്രവാദ പ്രസ്ഥാനങ്ങളാണെന്നും നാടിന്റെ നന്മയ്ക്ക് ഇത് അപകടമാണെന്നും അറിയാമായിരുന്നിട്ടും ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുമില്ലേ, കേരളത്തിലുമില്ലേ? കാരണം ഒരു പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ ഒരു നിലപാട് അതാണ് ശരിയെന്നുള്ള ഒരു തെറ്റായ ധാരണ ഇവരുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് മാറി ചിന്തിക്കാനുള്ള ഒരു ബോധമോ എഡ്യൂക്കേഷനോ ഇവർക്ക് ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പാലസ്തീനിൽ നിന്ന് ഹമാസിന് കിട്ടുന്ന പിന്തുണ എന്ന് പറയുക അത്തരം അവിടെ ലഭിക്കുന്ന എഡ്യൂക്കേഷൻ, അതായത് മതപരമായ എഡ്യൂക്കേഷൻ ആവാം, അതുപോലെ പുറത്തുള്ള വിശ്വാസമാകാം. അപ്പൊ ഇവരാണ് ശരി എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് ഇവർക്കൊരു മനോഭാവം കൊടുക്കുന്നു. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ഈ രീതിയിൽ ഇവർക്ക് ഒരു സപ്പോർട്ട് കിട്ടുക. ഇപ്പൊ ഒരു കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് ജീവിക്കുന്ന ഒരാൾക്ക് അയാളുടെ കുറ്റകൃത്യങ്ങളെ ന്യായീകരിക്കുന്ന ആളുകളെ അവിടെ കാണിച്ചു കൊടുക്കാനായിട്ട് കഴിയും. അപ്പൊ നമ്മൾ വളരുന്ന സാഹചര്യവും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും നമ്മളുടെ മനോഭാവങ്ങളും നമ്മളുടെ ജീവിത മൂല്യങ്ങളും മനസാക്ഷിയും ഒക്കെ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ തെറ്റായ രീതിയിൽ ഇങ്ങനെയുള്ളൊരു മനസാക്ഷി ഫോം ചെയ്യപ്പെടുകയും തെറ്റായ രീതിയിലുള്ള ചിന്താധാര ഫോം ചെയ്യപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് പലസ്തീനിലുള്ള ആളുകളും അതുപോലെയുള്ള മറ്റ് തീവ്രവാദ പ്രസ്ഥാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഒക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അവിടെയുള്ള ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ ഇവർ ശരിയാണ് എന്ന നിലപാട് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് കഴിയില്ല. നമ്മുടെ നാട്ടിലും ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് കാണുന്നുണ്ടല്ലോ. ഹമാസ് തീവ്രവാദികളാണെന്ന് കൃത്യമായിട്ട് അറിയാം. ഹമാസ് ആണ് ഇവിടെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം എന്നുള്ളത് അറിയാം. എന്നിട്ടും ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ദിവസങ്ങളിലൊക്കെ പ്രതികരിച്ചിരിക്കുന്ന ഒരുപാട് നേതാക്കന്മാരെയും സാംസ്കാരിക നേതാക്കന്മാരെയും ഒക്കെ നമ്മൾ കണ്ടില്ലേ. അത് നമ്മളുടെ ഒരു തെറ്റായ മനസാക്ഷി രൂപീകരണത്തിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന പ്രശ്നമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കിയെടുത്താൽ മതി. ഓക്കെ, ഞാൻ ഷെനി ചേച്ചിയിലേക്ക് വരാം. നേരത്തെ പറഞ്ഞു നിർത്തിയതിൽ ഇപ്പോൾ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കേണ്ടത് ഇസ്രായേലിലെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യമാണോ എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട്, അതായത് എത്രയും പെട്ടെന്ന് ബന്ദികളെ ലഭിക്കാനായിട്ട് അതിന് വിലങ്ങുതടയായിട്ട് നിൽക്കുന്നത് നെതന്യാഹുവിൻ്റെ ചില തീരുമാനങ്ങളാണ്. അല്ലെങ്കിൽ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുക എന്നത് നെതന്യാഹുവിൻ്റെ ആവശ്യമാണ് എന്ന തരത്തിലൊരു ഇസ്രായേലിൽ അദ്ദേഹത്തിനെതിരെ നടക്കുന്ന
ചില പ്രതികരണങ്ങളും ഒപ്പം ചില മൂവ്മെൻറ്റ്സുമുണ്ട്. ഇത്തരക്കാരുടെ ആവശ്യം എന്താണ്? അതായത് അവർ പാലസ്തീൻ ജനതയോടൊപ്പമാണോ അല്ലെങ്കിൽ ഈ യുദ്ധത്തിന് എതിരാണോ? തീർച്ചയായിട്ടും എല്ലാവരും യുദ്ധത്തിനെതിരെ തന്നെയാണ്. യുദ്ധം തീരണമെന്നും സമാധാനം വരണമെന്നും ആഗ്രഹിക്കുന്നതിനോടൊപ്പം തന്നെ നെതന്യാഹുവിന്റെ ഗവൺമെന്റും അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം, യോർദാൻ റിവറിന്റെ പിറകിൽ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ പാലസ്തീൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗാസയുടെ പൂർണ്ണ അധികാരം പുതിയ ഭരണസമിതിക്ക് കൈമാറണം, ഹമാസ് അതിൽ നിന്ന് പിന്മാറണം. ഈ കാര്യങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായിട്ടും ഇത്രയും ഈ ഒരു 2 വർഷം 2 വർഷമല്ല, ഈ മെയിൻ യുദ്ധം തുടങ്ങിയിട്ട് 2 വർഷം, ഇത് വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഈ ഹമാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദത്തിൽ നിന്ന് നമ്മുടെ ഗാസയെ മോചിപ്പിക്കണം അല്ലെങ്കിൽ പാലസ്തീനെ മോചിപ്പിക്കണം എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ മുസ്ലിം മതക്കാർക്ക് മാത്രമായിട്ട് ഒരു പ്രദേശം ഉണ്ടാവുന്നതിനെതിരെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രം ഉണ്ടാകുന്ന അത് മാത്രമല്ല അതിനകത്ത് ലക്ഷ്യം എന്ന് പറയുന്നത്. മേക്ക് ഫ്രീ ഗാസ ഫ്രം ഹമാസ്, അത്രയും മാത്രമേ ഉള്ളൂ. ഗാസയെ ഹമാസിന്റെ പിടിയിൽ നിന്ന്, ഹമാസിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന്, അവരുടെ ആ ഒരു കൺട്രോളിൽ നിന്ന് മാറണം. അത് മാത്രമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം. അപ്പൊ ആ ഒരു കാര്യത്തിൽ അവർ ഡീല് വെക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത് മുന്നോട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. നമുക്ക് തന്നെ അറിയാം, ഈ ഒരു ഗാസയിലാണെങ്കിലും ആ ഒരു പാലസ്തീൻ പ്രദേശങ്ങളിലുള്ള എല്ലാ ആൾക്കാരെയും ഇസ്രായേൽ എത്രമാത്രം സപ്പോർട്ട് ചെയ്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്ന് നമുക്കറിയാം, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. ഈ പല പ്രദേശങ്ങളിൽ നിന്ന് നോർമൽ സിറ്റിസൺസ് ഇവിടെ ഇസ്രായേലിൽ ഡെയിലി വന്ന് ജോലി ചെയ്ത് അവരുടെ കൂലി കൈപ്പറ്റി തിരിച്ച് പൊയ്ക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. അത്രയ്ക്കും സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിച്ചിരുന്ന ആൾക്കാരാണ്. ആ ആൾക്കാർ തന്നെയാണ് അവർ ജോലി ചെയ്യാനായിട്ട് കയറി വന്നുകൊണ്ടിരുന്ന ഗ്രാമങ്ങളിലെ ഒക്കെ സ്കെച്ചൊക്കെ കൊടുത്ത് ഈ ഹമാസിന്റെ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും ഈസി ആയിട്ട് ഈ രാജ്യത്തിന്റെ ഉള്ളിലേക്ക് അവർക്ക് കടക്കാനായിട്ടുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തതും എല്ലാം. അതൊക്കെ നമ്മൾ ഇതിനു മുമ്പുള്ള ചർച്ചകളിലൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരിച്ചു പോയ കാര്യങ്ങളാണെന്ന് തോന്നുന്നു. അതായത് ഈ ഗാസ ബോർഡറിലുള്ള കിബൂസുകളിൽ നിന്നുള്ള ആൾക്കാർ നമ്മളെപ്പോലെ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ തന്നെ നേർക്കാഴ്ചകൾ നമ്മൾ പല ചാനലുകളിലൂടെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അത്രയ്ക്കും ആ ഒരു പാലസ്തീൻ എന്ന ആ ഒരു രാജ്യമെന്ന് അങ്ങനെ ഒരു രാഷ്ട്രം ഇതുവരെയും ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനെയും ഈ ഗാസ പോലെയുള്ള സ്ഥലങ്ങളെയും ഈ സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ ആൾക്കാരെയും ഇസ്രായേൽ അത്രയും സപ്പോർട്ട് ചെയ്ത് ചേർത്ത് പിടിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അവർ തന്നെയാണ് അവരുടെ നാശത്തിന്റെ കുഴി തോണ്ടിയത്. അപ്പൊ അതിന്റെ ഫലമാണ് അവർ അനുഭവിക്കേണ്ടി വന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇസ്രായേൽ മക്കള് അല്ലെങ്കിൽ ജൂതന്മാര് ഒരു പാലസ്തീൻ രാജ്യം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ പക്ഷം അവർ പറയുന്നുണ്ട്, എന്തുകൊണ്ട് അവർക്കായിട്ട് അവരുടെ ഭൂമി വിട്ടുകൊടുത്തുകൂടാ, അല്ലെങ്കിൽ അവർക്കായിട്ടൊരു ഭൂമി വിട്ടുകൊടുത്തുകൂടാ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ, പൊളിറ്റിക്കലായിട്ട് 2 പക്ഷങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക്, ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്സുകാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും സപ്പോർട്ട് ചെയ്യുമോ? ഇല്ല. എല്ലായിടത്തും 2 പക്ഷം ഉണ്ടാവും. അപ്പൊ ആ ഒരു 2 പക്ഷത്തിൻ്റെതായ ഒരു പ്രശ്നങ്ങൾ മാത്രമേ നിലവിലുള്ളൂ. പിന്നെ ഈ വംശഹത്യ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് എന്താ പറയാ, ഒക്ടോബർ 7-ാം തീയതി നടന്ന കാര്യങ്ങളും അതിനുശേഷം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള പാലസ്തീൻ അല്ലെങ്കിൽ ഗാസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്ന് പറയുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വംശഹത്യ എന്നുള്ള വാക്ക് ശരിക്കും പറയേണ്ടത് ഒക്ടോബർ 7, 2023 ദിവസം നടന്നതാണ് വംശഹത്യ. ഈ വംശഹത്യ എന്ന് പറയുന്നത് എന്തുവാണ്? കാലേ കൂട്ടി പ്ലാൻ ചെയ്ത് അതിനെക്കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ച്, കുഞ്ഞുമക്കളെ പോലും പറഞ്ഞു പഠിപ്പിച്ച്, മതത്തിൽ കൂടെ ആണെങ്കിലും കുഞ്ഞുമക്കൾ വളർന്നു വരുമ്പോൾ തൊട്ട് ജൂതനെ കൊല്ലണം, ജൂതനെ കൊന്നാൽ നിനക്ക് സ്വർഗം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് കുഞ്ഞുമക്കളിൽ പോലും വിഷം കുത്തിവെച്ച് അമ്മയുടെ മുലപ്പാലിന്റെ ഒപ്പം ഈ ഒരു ജൂത വിദ്വേഷവും കൂടി കൂട്ടിക്കലർത്തി വളർത്തിയെടുത്തുകൊണ്ട് വന്ന് വർഷങ്ങളോളം എന്താ പറയാ തീരുമാനിച്ച് പ്ലാൻ ചെയ്ത ആ ഒരു ഒക്ടോബർ 7, 2023 ദിവസമാണ് ശരിക്കും ജനോസൈഡ് എന്ന് വിശേഷിപ്പിക്കേണ്ടത്, വംശഹത്യ എന്ന് വിശേഷിപ്പിക്കേണ്ടത്. അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും ഇസ്രായേൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതിന്റെ ഫലമായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് ആക്രമിച്ച് ചെയ്തത് വംശഹത്യ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അവർ കൊല്ലാൻ വേണ്ടി തന്നെ വന്നതാണ്. അതിനുശേഷം ഇസ്രായേൽ തിരിച്ച് അങ്ങോട്ട് പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്തപ്പോൾ അവർ ചെയ്തത് എന്താണ്? ഈ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഓരോ കേന്ദ്രങ്ങളും ആയുധക്കോപ്പുകൾ ശേഖരിക്കാനാണെങ്കിലും തീവ്രവാദികളെ സംരക്ഷിക്കാനാണെങ്കിലും
എല്ലാത്തിനും കണ്ടെത്തിയത് എവിടെയാ? കുഞ്ഞുമക്കളെ പഠിപ്പിക്കുന്ന സ്കൂളുകള്, ആശുപത്രികള്, അല്ലെങ്കിൽ കിൻഡർ ഗാർഡനുകള്, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളെ പുറത്തുനിന്ന് ഒരു മുഖപൂടം ആക്കിക്കൊണ്ട് അതിന്റെ താഴെയൊക്കെ ആയുധക്കോപ്പുകൾ ശേഖരിക്കുകയും മിസൈലുകൾ ശേഖരിക്കുകയും തീവ്രവാദത്തെ സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇവർ കേന്ദ്രീകരിക്കുന്നത്, തിരിച്ചാക്രമിക്കാനും പ്രതിരോധിക്കാനുമായിട്ട്. പക്ഷെ ഓരോ പ്രതിരോധത്തിന്റെ തൊട്ടു മുമ്പ് ഇന്ന സ്ഥലം, ഇന്ന ദിവസം, ഇന്ന സമയത്ത്, കൃത്യമായ സമയത്ത് ഞങ്ങൾ ആക്രമിക്കും എന്ന് അറിയിപ്പ് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇസ്രായേൽ അങ്ങോട്ട് ആക്രമിക്കുന്നത്. അങ്ങനെ അറിയിപ്പ് കിട്ടിയിട്ടും മാറിപ്പോകാതെ അവിടെ നിൽക്കുന്നവർ മരിക്കും. അതിനെ ഒരിക്കലും നമുക്ക് വംശഹത്യ എന്ന് പറയാൻ പറ്റുമോ? അതൊരിക്കലും അത് അവര് കൈനീട്ടി മേടിക്കുന്നതാണ്. നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടും മാറിപ്പോവാതെ ഇവിടുന്നുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് നിന്നുകൊണ്ട് സ്വയം ഇല്ലാതാവുന്നതാണ് അവിടുത്തെ മക്കളും സ്ത്രീകളും ഒക്കെ. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു പറയേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഗാസയിൽ മരിച്ച അല്ലെങ്കിൽ പാലസ്തീനിൽ മരിച്ച കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും മറ്റുള്ളവർക്കും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അവർക്ക് വേണ്ടി അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നാട്ടിലെ രാഷ്ട്രീയ സിനിമാ മേഖലയിലുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഇവർക്ക് ആർക്കും ഇസ്രായേലിൽ മരിച്ച കുഞ്ഞുങ്ങളുടെ പേരുകളോ ഇസ്രായേലിൽ മരിച്ചു വീണ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെയോ അവരെ കുറിച്ചൊന്നും ചിന്തയില്ല. കാരണം ഇത് കേവലം വോട്ട് രാഷ്ട്രീയം മാത്രമാണ്. വോട്ട് രാഷ്ട്രീയം മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ മുന്നോട്ട് വരുന്നത്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ കൊടി പിടിച്ചിറങ്ങുന്ന ആൾക്കാരിൽ ഒരു 85-90% ആൾക്കാർക്കും എന്താണ് ശരിക്കും ഈ ലോകത്ത് നടക്കുന്നത്, എന്തിന്റെയൊക്കെ ഫലമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് വ്യക്തമായ അറിവില്ലാത്ത ആൾക്കാർ മാത്രമാണ് ഇതിന്റെ എല്ലാം പുറകെ കൊടി പിടിച്ചിറങ്ങുന്നത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് മത വിദ്വേഷവും ഇങ്ങനെയുള്ള കുറച്ച് അജണ്ടകളും. അത്രയുമാണ് നിലവിലത്തെ ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് പറയുവാണെങ്കിൽ എനിക്ക് പറയാം. ഞാൻ ഈ ചേച്ചി പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ അച്ഛനോട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം ഒരു വശം ഉണ്ട്. പക്ഷേ മറ്റൊരു തരത്തിൽ നമ്മൾ അന്താരാഷ്ട്ര തലത്തിലായാലും സമൂഹ മാധ്യമങ്ങളിലൂടെ ആയാലും നമ്മൾ പലപ്പോഴും ഗാസയുടെ പണ്ടത്തെയും ഇപ്പോഴത്തെയും ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ആ ഒരു ഹെലിക്യാം ഷോട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവാം. ഒരുപക്ഷെ എല്ലാം തകർന്നടിഞ്ഞ് ഒന്നും ഇല്ലാതെ ആയിരിക്കുന്ന ഒരു ഗാസ. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ ഇസ്രായേൽ നടത്തിയ വെടിവെപ്പിൽ അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇത്ര സ്ത്രീകളും കുട്ടികളുമടക്കം ഇത്ര പേർ മരിച്ചു എന്നെല്ലാം എനിക്ക് ഇന്നലെ മിഞ്ഞാന്നുമെല്ലാം വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ആക്രമണം അത് അതിര് കടന്നു എന്ന രീതിയിലൊക്കെ പലതരത്തിൽ അന്താരാഷ്ട്ര തലത്തിലടക്കം കഴിഞ്ഞ ദിവസം UN പ്രസംഗിക്കാൻ പോയ നെതന്യാഹുവിനെ കൂവി എന്നാണ് പറയുന്നത് മറ്റ് രാജ്യങ്ങളിലെ പ്രതിനിധികളടക്കം. അപ്പോൾ അത്തരത്തിൽ ഒരു ഇസ്രായേലിനെതിരെ വലിയ തരത്തിലുള്ള അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ സഖ്യകക്ഷികളായ ആളുകൾ മാത്രമായിരിക്കാം ഇസ്രായേലിനൊപ്പം നിൽക്കുന്നത്. പക്ഷേ യൂറോപ്പിലെ തന്നെ പല രാജ്യങ്ങളും ആ ഒരു ദ്വിരാഷ്ട്രം പാലസ്തീന് സ്വന്തമായ ഒരു രാഷ്ട്രം എന്ന നിലയിലേക്ക് തന്നെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇസ്രായേലിൻ്റെ പ്രതികരണം, ഈ ഒരു ഹമാസിൻ്റെ ഈ ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ പ്രതികരണം അത് കൂടിപ്പോയി എന്ന് പറയുന്നവരോട് അച്ഛൻ എന്താണ് പറയാനുള്ളത്? അല്ല, അതിജീവനം എന്നൊരു വാക്കാണ് എനിക്ക് ഇതേക്കുറിച്ച് ഇസ്രായേലിന്റെ പ്രതിരോധത്തെക്കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. അതായത് നമുക്കറിയാം, ഈ ഒക്ടോബർ 7 എന്ന് പറയുന്നത് പ്രകോപനമില്ലാതെ ഹമാസ് അറ്റാക്ക് ചെയ്തതാണ്. അറ്റാക്ക് ചെയ്ത് ഒരു ജനതയെ അപമാനിക്കാവുന്നതിന്റെ പരമാവധി അപമാനിച്ചു, അവരെ വേദനിപ്പിക്കാവുന്നതിന്റെ പരമാവധി വേദനിപ്പിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവരതിന് ആ കാരണക്കാരായ ശക്തികളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഒരു ശ്രമം നടത്തി. അത് മാത്രമാണ് ശരിക്കും ഇസ്രായേല് ഗാസയിൽ നടത്തിയത്. ഗാസ എന്ന് പറയുന്ന പ്രദേശം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ തന്നെ മുൻപ് ഇവിടെ ഷൈൻ ചേച്ചി പറഞ്ഞതുപോലെ അവര് യുദ്ധം പ്രഖ്യാപിച്ചിട്ട് യുദ്ധം ചെയ്തു. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായി ഇവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകും, അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. ഗാസയിൽ സംഭവിച്ച ഒരു അതിജീവനത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ച അറ്റാക്ക് ആയിട്ട് മാത്രം തന്നെ നമുക്ക് കണ്ടാൽ മതി. അതിനപ്പുറത്തേക്ക് ഒരു വ്യാഖ്യാനം അത് കൊടുക്കാനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കുന്നില്ല. ഇവിടെ വന്ന് ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ അതിന്റെ പരിണിത ഫലങ്ങൾ തീർച്ചയായിട്ടും എല്ലായിടത്തും ഉണ്ട്. സ്വാഭാവികമായും അടുത്തതായിട്ട് തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതായത് നമുക്കറിയാവുന്നതുപോലെ ഇപ്പൊ മുൻപ് ജയിച്ചു പറഞ്ഞതുപോലെയും മറ്റ് ചർച്ചകളിലൂടെയൊക്കെ പലപ്പോഴും വെളിപ്പെട്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നതുപോലെയൊക്കെ യുദ്ധം പ്രഖ്യാപിച്ച യുദ്ധം സംഭവിക്കാൻ പോകുന്നു, അവിടെ നിന്ന് മാറണമെന്ന് കൃത്യമായ നിർദ്ദേശം സർക്കാർ തലങ്ങളിൽ കൊടുത്തു കഴിയുമ്പോൾ ആ നിർദ്ദേശത്തോട് സഹകരിക്കാതെ നിൽക്കുന്ന ആളുകൾക്ക് അതിന്റെ പ്രത്യാഘാതം ഉണ്ടാവുക സ്വാഭാവികമാണ്. കുഞ്ഞുങ്ങളെ ഉയർത്തി കാണിച്ച് അതിൽ കുഞ്ഞുങ്ങളുടെ രക്തസാക്ഷികളാക്കി മാറ്റുക, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയുമായിട്ട് അവിടെ നിന്ന് മാറാതിരുന്ന് ഇരവാദത്തിന് കാരണക്കാരായി മാറുക, അങ്ങനെയൊക്കെയാണ് ഗാസയിൽ സംഭവിച്ചിരിക്കുക. പക്ഷെ പൊതുസമൂഹത്തിന്റെ ചില മേഖലയിലെങ്കിലും ഗാസയിലേക്ക് മാത്രം തിരിഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യാവകാശ
കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നു. ഇസ്രായേലിൽ സംഭവിച്ചിരിക്കുന്ന ആളുകളുടെ നാശത്തെക്കുറിച്ചോ അവരുടെ അഭിമാനത്തെക്കുറിച്ചോ പലപ്പോഴും ആരും വാചാലരാകുന്നില്ല. ലോകത്തിലെ മറ്റു ഭാഗങ്ങളിൽ സംഭവിക്കുന്ന ഇതര മത സംവിധാനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ കുറിച്ചും പലരും വാചാലരാകുന്നില്ല. കൃത്യമായി പ്ലാൻ ചെയ്യപ്പെട്ടതുപോലെ മുമ്പോട്ട് നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ വസ്തുതാപരമായ ഒരു കാഴ്ചപ്പാടെന്ന് പറയുക. പക്ഷെ യുദ്ധം എവിടെയായിരുന്നാലും മനുഷ്യരാശിക്ക് അത് അപകടമാണ്. യുദ്ധം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. പക്ഷെ യുദ്ധത്തിന് കാരണമാകുന്ന സാഹചര്യങ്ങൾ കൂടി ഒഴിവാക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. ഒപ്പം എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, രണ്ടുപേരോടും കൂടിയാണ് ചോദിക്കാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങളിൽ, ഇപ്പോൾ ചേച്ചി പറഞ്ഞ വിഷയങ്ങളായാലും ഹമാസ് പാലസ്തീൻ്റെ അധികാരം വിട്ടൊഴിയണം എന്നുള്ളത്, ഇപ്പോൾ ട്രംപ് വച്ചിരിക്കുന്ന 20 ദിന സമാധാന നിർദ്ദേശങ്ങളിലെ ഒരു പ്രധാന വസ്തുത ബന്ദി കൈമാറ്റമാണ്. അതിനുശേഷം വരുന്നത് ഹമാസ് പൂർണ്ണമായി നിരായുധവൽക്കരിക്കുക, ഒപ്പം ഹമാസ് പാലസ്തീൻ്റെ ഭരണ ചുമതലയിൽ നിന്ന് പൂർണ്ണമായിട്ടും പിന്മാറുക എന്നുള്ളതാണ്. അത് സാധ്യമാണോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ? കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ആദ്യത്തെ ആ ഒരു വെടിനിർത്തൽ കരാറിൽ, ബന്ദി കൈമാറ്റത്തിൽ നമ്മൾ കണ്ടതാണ്. കാരണം ഇസ്രയേൽ അത്രമാത്രം പാലസ്തീനെ ഇല്ലായ്മ ചെയ്തിട്ട് പോലും ആ ഒരൊറ്റ നിമിഷം കൊണ്ട് എത്രത്തോളം ഒരു ഹമാസ് ഭീകരരാണ് ആ ഒരു പട്ടാള വേഷത്തിൽ ആ ഒരു ഗാസയുടെ തെരുവുകളിൽ വന്ന് നിറഞ്ഞതെന്നാണ്. ഒരുപക്ഷെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നമ്മളൊക്കെ അതിശയിച്ചു, ഇവരൊക്കെ എവിടെയായിരുന്നു ഇത്ര നാൾ, ഇവരൊക്കെ എവിടെയായിരുന്നു ഒളിച്ചിരുന്നത്? ഇത്രത്തോളം പട്ടാള വേഷത്തിൽ ഈ ഒരു ഹമാസ് ഭീകരർ അല്ലെങ്കിൽ ആ ഒരു ഹമാസ് പ്രവർത്തകർ ഇവരെവിടെയായിരുന്നു ഈ ഗാസ എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞ് ഇട്ടാവട്ടത്ത് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു പാലസ്തീൻ അല്ലെങ്കിൽ ഒരു ഗാസ, അത് സാധ്യമാണോ? ആദ്യം ചേച്ചിയിലേക്ക് പോവാം. സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമാകും എന്നുള്ളത് തന്നെയാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. കാരണം ഇത്രയും എത്തപ്പെട്ടില്ലേ, അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ലോകത്തിന്റെ മനസാക്ഷിക്ക് മുമ്പില് കുറ്റക്കാർ, അതായത് ഈ അവരുടെ ആളുകൾ ആക്രമിക്കപ്പെട്ട സമയത്ത് പോലും ലോകം പൊതുവെ ഇസ്രായേലിന് എതിരായിരുന്നു, പൊതുവെ ലോക മനസാക്ഷി. അപൂർവ ചില രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഒഴിച്ചാൽ. പക്ഷേ ഇന്ന് അതിൽ നിന്നൊക്കെ ഒരു അല്പം കൂടി ഏറെക്കുറെ സമ്പൂർണ്ണ വിജയം എന്ന് പറയാവുന്ന ഒരു തലത്തിലേക്ക് ഈ രാജ്യം നടന്നെടുത്തപ്പെട്ടു. അതുപോലെ തന്നെ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനവും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുവന്ന ഇതര രാജ്യങ്ങളും ഇന്നൊരു പരിധിവരെ ഇവരുടെ നിയന്ത്രണത്തിനുള്ളിലായി അല്ലെങ്കിൽ ഇവരെ ഭയക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഈ 2 വർഷം കൊണ്ട് ഇത്രയും എത്താൻ പറ്റിയെങ്കിൽ ഇവര് ഇന്നല്ലെങ്കിൽ നാളെ ഈ ഹമാസ് എന്ന് പറയപ്പെടുന്ന തീവ്രവാദ പ്രസ്ഥാനത്തെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്ത് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയും. മാറ്റമില്ലാത്തതായിട്ട് ഒന്നുമില്ലല്ലോ. തീർച്ചയായിട്ടും ഇസ്രായേൽ അമേരിക്കൻ ആ ഒരു കൂട്ടായ്മ മുമ്പോട്ട് പോകുമ്പോൾ ഇവരുടെ ആ ഒരു നിർദ്ദേശങ്ങൾക്ക് സഹകരിക്കുന്നില്ലെങ്കിൽ അത്തരം ചില സൈനിക നടപടികളൊക്കെ ഉണ്ടാകും. സോ ഇന്നല്ലെങ്കിൽ നാളെ ഇത് യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ് ഇതേക്കുറിച്ച് എനിക്ക് എൻ്റെ നിരീക്ഷണം. ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് ഷെനീജി? ഇതിനകത്ത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എൻ്റെതായ ഒരു കാഴ്ചപ്പാട് പറയുന്നതിന് മുമ്പ് 1-2 കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ബന്ദികളായിട്ട് പിടിക്കപ്പെട്ട് കൊണ്ടുപോയി തിരിച്ചു വന്ന ചിലരുടെയെങ്കിലും അനുഭവങ്ങൾ നമുക്ക് നേരിട്ട് കേൾക്കാൻ പറ്റിയിരുന്നു. ഏറ്റവും പ്രത്യേകമായിട്ട് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ഇപ്പോൾ ശുശ്രൂഷിക്കുന്നത് ബന്ദിയായി പിടിക്കപ്പെട്ട് കൊണ്ടുപോയി തിരിച്ച് രണ്ടാമത്തെ ഡീലിൽ തിരിച്ചു വന്ന ഒരമ്മച്ചിയെ നോക്കുന്ന എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്. അപ്പോൾ അവള് അമ്മച്ചിയായിട്ട് നിരന്തരം സംസാരിക്കാറുണ്ട്. അവിടെ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, അവർ കടന്നുപോയ കുറച്ച് ദിവസങ്ങൾ, അമ്മച്ചി കുറച്ച് ദിവസം വളരെ കുറച്ച് ദിവസങ്ങളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ടണലുകളിൽ. അപ്പോൾ അവിടെ നേരിട്ട അനുഭവങ്ങൾ അല്ലെങ്കിൽ അവർ കണ്ട നേർക്കാഴ്ചകളൊക്കെ പങ്കുവെക്കുകയുണ്ടായി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷെക്കീന ന്യൂസിന് വേണ്ടിയിട്ട് അത് ഓപ്പണായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് വെച്ചിട്ടുണ്ട് പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരൊക്കെ കണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത്, ഈ 80 വയസ്സൊക്കെയുള്ള ആൾക്കാരെ 4-5 നിലകൾ താഴേക്ക് ഇറക്കിക്കൊണ്ടുപോയി എന്നാ പറയുന്ന ടണൽ എന്ന് പറയുന്നത്. ഈ ഇറക്കിക്കൊണ്ടു പോകുന്ന ടണലുകളെല്ലാം തന്നെ വളരെ സജ്ജീകൃതമായ ഒരു ടണലുകളാണ്, വിത്ത് എയർ കണ്ടീഷൻ. അപ്പൊ ഇതൊക്കെ എത്ര വർഷങ്ങളായിട്ട് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഡോളേഴ്സ് മുടക്കിക്കൊണ്ട് പണിത് വന്നുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ഒക്ടോബർ 7 എന്ന് പറയുന്ന ഒരു ദിവസം 1-2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 1-2 വർഷം കൊണ്ടോ ഉണ്ടായ ഒരു പ്രവർത്തനമല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഈ പിടിക്കപ്പെട്ട് കൊണ്ടുപോകുന്ന ബന്ദികളെയൊക്കെ എവിടെയൊക്കെ താമസിപ്പിക്കണം, എങ്ങോട്ടേക്കൊക്കെ മാറ്റണം എന്നൊക്കെ കൃത്യമായ കാഴ്ചപ്പാടുകളോടുകൂടി ആണ് ഇവരെയൊക്കെ കൊണ്ടുപോയതെന്നും അതുപോലെ തന്നെ അവരെ അവിടെ ശുശ്രൂഷിക്കാൻ എത്തിയ ഡോക്ടർമാരോടും നേഴ്സുമാരോടും ഈ കൊണ്ടുപോയ ബന്ദികൾ വളരെ സ്നേഹമായിട്ട് അവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതും
ഈ ഹമാസ് ആണ് അവരെ പഠിപ്പിച്ചതെന്നും അവരാണ് ഇതിനുള്ള കറക്റ്റ് കൂടുതലായ ഫണ്ട് മൊത്തം കൊടുക്കുന്നതെന്നും അതുകൊണ്ട് അവർ പറയുന്നത് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരനുഭവിച്ച കുറേ കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ ആയിട്ട് നമ്മുടെ ഷെക്കിന ന്യൂസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഹമാസിന്റെ ആ ഒരു തീവ്രവാദ സംഘടനയുടെ അല്ലെങ്കിൽ ആ തീവ്രവാദത്തിന്റെ ഇരകളായിട്ട് മാറുന്ന പാലസ്തീനിലെ ജനങ്ങളെ മുൻനിർത്തി കാണിച്ചുകൊണ്ട് സഹായഹസ്തത്തിന് വേണ്ടിയിട്ട് അവർ നിൽക്കുമ്പോൾ നമ്മുടെ കേരളം അടങ്ങും, നമ്മുടെ കൊച്ചു കേരളം അടക്കം അതിനു വേണ്ടിയിട്ട് ഫണ്ട് പിരിക്കാനും സഹായങ്ങൾ കൊടുക്കാനും ഇനിയും തയ്യാറായി മുന്നോട്ട് നിന്നാൽ തീർച്ചയായിട്ടും ഈ ഒരു തീവ്രവാദത്തിന് ഒരന്തം വരുമെന്ന് എനിക്ക് തോന്നുന്നു. UN അടക്കമുള്ള ഈ ഒരു സംവിധാനങ്ങളെല്ലാം തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന അത്രയും കാലം ഇതിനൊരു അറുതി ഉണ്ടാവില്ല. ഇതിനൊരു അവസാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താണ് ശരിക്കും നടക്കുന്നതെന്നുള്ളത് ഈ ലോകം മുഴുവനും ഒരു വ്യക്തമായ ബോധ്യം ഉണ്ടാവണം, അറിവുണ്ടാവണം, തീവ്രവാദം അവസാനിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ലോകജനത മൊത്തം എത്തിയാൽ മാത്രമേ ഇതിനൊരു പൂർണ്ണമായ അറുതി വരുവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ അച്ഛനിപ്പോ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊരു പൂർണ്ണമായ ഒരു അവസാനം ഉണ്ടായില്ലെങ്കിലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒരു നല്ല സമ്പൂർണ്ണ വിജയം ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. കാരണം വിശുദ്ധ ബൈബിളിൽ എന്തൊക്കെ അടിസ്ഥാനപ്പെടുത്തി വെച്ചിട്ടുണ്ടോ, എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ, എന്തൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടോ, അതിന്റെ എല്ലാം സത്യസന്ധമായ നേർക്കാഴ്ചകളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഗസയുടെ അവസാനം എങ്ങനെയാവുമെന്നുള്ളത് കൃത്യമായിട്ട് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബൈബിൾ അധിഷ്ഠിതമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കണ്ണിൽ കൂടെ നമുക്ക് ഈ ഒരു വിഷയത്തെ നമുക്ക് നോക്കാൻ പറ്റും. പൊളിറ്റിക്കലായിട്ട് നോക്കുമ്പോൾ അതിന് വേറൊരു വശമുണ്ട്. അപ്പൊ ഇത് രണ്ട് സൈഡും കൂടെ ബാലൻസ് ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലോകജനത മുഴുവൻ ഇതിനെതിരെ കണ്ണ് തുറക്കണം. നമ്മളിപ്പോ എല്ലാവരും പാലസ്തീനെ മാത്രമാണ് അല്ലെങ്കിൽ ഗസയെ മാത്രമാണ് പോയിന്റ് ചെയ്യുന്നത്. നൈജീരിയയിൽ നടക്കുന്നില്ലേ? നൈജീരിയയിൽ നമ്മുടെ ക്രിസ്ത്യാനികളായിട്ടുള്ള സഹോദരങ്ങൾ കൊല്ലപ്പെടുന്നു. ഈ മത തീവ്രവാദത്തിന്റെ ഇരകളായിട്ട് എന്തോരം ക്രിസ്ത്യാനികളായിട്ടുള്ള നമ്മളുടെ ആൾക്കാർ കൊല്ലപ്പെടുന്നു. എന്തിന് നൈജീരിയ വരെ പോകണം? കളമശ്ശേരിയിൽ നടന്ന കാര്യങ്ങൾ, പാകിസ്ഥാന്റെ തീവ്രവാദത്തിന്റെ ഫലമായിട്ട് പുൽവാമയിൽ നടന്ന കാര്യങ്ങൾ, ഇതിനെതിരെ ഒന്നും നമ്മുടെ കണ്ണ് തുറക്കുന്നില്ല. നമ്മുടെ കൊച്ചു കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെയോ സിനിമാ മേഖലയിലുള്ള ആൾക്കാരുടെയോ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെയോ ആരുടെയും കണ്ണുകൾ ഇതിന്റെ ഒന്നും മേലെ കണ്ണ് തുറക്കുന്നില്ല. എല്ലാവരുടെയും കണ്ണ് പാലസ്തീന്റെ മേലെയാണ്. എന്തിനാണ്? പാലസ്തീനെ മാത്രമല്ലല്ലോ നമ്മൾ പോയിന്റ് ചെയ്യേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ഈ തീവ്രവാദം എന്നുള്ള വിഷയത്തെക്കുറിച്ച് തന്നെയാണ്. അത് ലോകാധിഷ്ഠിതമായിട്ട് ചിന്തിക്കണം. പാലസ്തീനെ മാത്രം ഉറ്റുനോക്കിയാൽ പോരാ, ഇസ്രായേലിനെ മാത്രം കുറ്റപ്പെടുത്തിയാൽ പോരാ. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രമേ ജൂതന് ഈ ഭൂപടത്തിൽ പൊട്ടുപോലെ ഒരു കുഞ്ഞു രാജ്യം, അത് അവർക്കുള്ളതാണ്. ഇവരെ ഇവിടുന്ന് ഉന്മൂലനം ചെയ്യണം, ജൂതനെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം മുഴക്കി ഇറങ്ങിയത് കൊണ്ട് മാത്രം ഒരിക്കലും ജൂതൻ ഇല്ലാതെ ആവില്ല. അത് ബൈബിൾ അധിഷ്ഠിതമായിട്ട് നമ്മൾ നോക്കിയാൽ ഇസ്രായേൽ എന്ന് പറയുന്ന പുണ്യനാട് അത് ജൂതനുള്ളതാണ്. അത് എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അതിന് യാതൊരു മാറ്റവും ഇല്ല. അതങ്ങനെ ഉണ്ടാവാനും പോകുന്നില്ല. അത് വെറും ചുമ്മാ എന്താ പറയാ, ഈ സ്വപ്നത്തിലൊക്കെ കാണുന്ന പോലെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. ജൂതനെ മൊത്തത്തിൽ ഇല്ലാതാക്കാം, ജൂതരാജ്യം തന്നെ ഇല്ലാതെയാക്കാം എന്നൊക്കെയുള്ളത് അതൊക്കെ വെറും സ്വപ്നം മാത്രമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പം ഈ ഒരു പാലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രദേശം മൊത്തം, അങ്ങനെ ഒരു പ്രദേശം ഇല്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഇനി പഴയ പോലെ ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയോ വർഷങ്ങൾ അതിനു വേണ്ടിയിട്ട് പൈസ മുടക്കി ഡോളേഴ്സ് മുടക്കിയാൽ മാത്രമേ ആ ഒരു നാട് മനുഷ്യവാസത്തിന് സുഗമമായിട്ട് അതിന് പറ്റിയ ഒരു രാജ്യം, ആ ഒരു പ്രദേശമായിട്ട് ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി എന്തുമാത്രം പൈസ പിരിവുകൾ ഇനി നടക്കണം, ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിക്കാനായിട്ട് UN ആണെങ്കിലും മറ്റുള്ള എല്ലാ സംവിധാനങ്ങളാണെങ്കിലും എല്ലാ രാജ്യങ്ങളാണെങ്കിലും നമ്മുടെ നാട്ടിലെ കൊച്ചു കേരളം പോലും അതിന് സഹായ ഹസ്തവുമായിട്ട് മുന്നോട്ട് നിൽക്കുന്നിടത്തോളം കാലം ഇതിനൊരു അവസാനം ഉണ്ടാവില്ല. അതല്ലെന്നുണ്ടെങ്കിൽ ലോക ജനത മൊത്തം ഇതിനെതിരെ കണ്ണു തുറക്കണം. അതായത് ഇനിയിപ്പോൾ ഒരു യുദ്ധം അവസാനിക്കുകയാണെങ്കിലും ഗാസയെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നൊക്കെ ലഭിക്കുന്നൊരു പണം ഒരുപക്ഷെ ഹമാസ് അവിടെ ഉണ്ടെങ്കിൽ തന്നെയായാലും അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് തീവ്രവാദത്തിന് തന്നെ വീണ്ടും ഉപയോഗിക്കും, അല്ലേ? തീർച്ചയായിട്ടും. അതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ ബന്ദികളായിട്ട് പോയിട്ട് വന്നിരിക്കുന്ന അവരെ നമ്മൾ കേൾക്കാറുണ്ട്, അവരുടെ അനുഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ അവിടെ കണ്ടിട്ട് വന്ന കാഴ്ചകൾ എന്ന് പറയുന്നത്, ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു 80 വയസ്സ് പ്രായമുള്ള ആൾക്കാരെയൊക്കെ 4-5 നിലയൊക്കെ താഴേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ടണലുകൾ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എത്രയോ വർഷങ്ങളായിട്ടുള്ള നിർമ്മിതികളായിരിക്കും. നമുക്ക് മനുഷ്യ ആ ഒരു ബ്രെയിനിന് ചിന്തിക്കാവുന്നതിൽ അപ്പുറമല്ലേ അതൊക്കെ. അപ്പൊ അതിനുവേണ്ടിയൊക്കെ എത്രമാത്രം
പൈസകളാണ് ഇവർ മുടക്കിക്കൊണ്ടിരുന്നത്. പാവങ്ങളെ മുന്നിൽ കാണിച്ചുകൊണ്ട്, പാവങ്ങൾക്ക് ഭക്ഷണമില്ല, വസ്ത്രമില്ല, കുടിവെള്ളമില്ല എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ട് ഈ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്ന്, സംഘടനകളിൽ നിന്ന്, പ്രസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പിരിച്ചെടുക്കുന്ന പൈസയല്ല ഇതിനു വേണ്ടിയിട്ട് മുടക്കുന്നത്. അല്ലാതെ അവർക്ക് വേറെ പ്രത്യേകിച്ച് വരുമാനമൊന്നും ഇല്ലല്ലോ, അല്ലെ? ഈ ഒരു ഫണ്ട് തന്നെയല്ലേ അവർ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ പാവങ്ങളായിട്ടുള്ള കുഞ്ഞുങ്ങളെ അവർക്ക് ജീവിക്കാനും, അവർക്ക് ഭക്ഷണം കൊടുക്കാനും, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുമായിട്ട് ഈ ലോകമെമ്പാടുമുള്ള ആൾക്കാർ കൊടുക്കുന്ന പൈസ അവർ ചെലവഴിക്കുന്നത് മൊത്തം ഇതുപോലെയുള്ള ടണലുകൾ ഉണ്ടാക്കാനും, ആയുധക്കോപ്പുകൾ വാങ്ങാനും, ആയുധക്കോപ്പുകൾ സജ്ജീകരിച്ച് വെക്കാനും, ശേഖരിച്ച് വെക്കാനുമുള്ള സംവിധാനങ്ങൾ ചെയ്യാനും ഒക്കെയാണ്. അപ്പൊ അതിനി വേണോ എന്നുള്ളത് നമ്മളൊക്കെ തന്നെ വേണം ചിന്തിക്കാൻ. നമ്മളിലേക്കൊക്കെ തന്നെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥ എത്തി. ആ ഒരു സമയമായി. നമ്മൾ എന്തിനാണ് സഹായങ്ങൾ കൊടുക്കുന്നത്? നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസയിൽ നിന്ന് ഒരു വിഹിതം നമ്മൾ ഇതുപോലെയുള്ള സഹായങ്ങൾക്കും മറ്റുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മാറ്റി വെക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മളുടെ ആ ഒരു വിഹിതം മാറ്റി വെക്കുന്നത് എന്നുള്ള കൃത്യമായ കാഴ്ചപ്പാടുണ്ടാവണം. ഇപ്പൊ നമ്മളെ പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റോ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായമോ, അല്ലെങ്കിൽ ഒരു സർജറിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു സ്കൂള്, അല്ലെങ്കിൽ ഒരു ഓർഫനേജ്, അങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനുഷ്യ മനസാക്ഷിക്ക് ഇപ്പൊ എനിക്ക് തോന്നും, അയ്യോ എന്റെ ശമ്പളത്തിന്റെ ഒരു വിഹിതം ഇന്നവർക്ക് കൊടുത്തേക്കാം. ഞാൻ എന്റെ എല്ലാ മാസത്തെ ശമ്പളത്തിലെ ഒരു വിഹിതം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കാറുണ്ട്. അപ്പൊ ഞാൻ വേണം തീരുമാനിക്കാൻ ഞാൻ എന്തിനാണ് കൊടുക്കേണ്ടത്, എന്തിനാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവബോധം ലോകമെമ്പാടുമുള്ള ആൾക്കാർക്ക് ഉണ്ടാവണം. ചാരിറ്റി സംഘടനകൾക്കുണ്ടാവണം, ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുണ്ടാവണം, മത സംഘടനകൾക്കുണ്ടാവണം. പ്രത്യേകിച്ച് നമ്മളുടെ എനിക്ക് ഒരു കാര്യത്തിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഇന്നലെ എനിക്ക് അറിയില്ല, നിങ്ങൾ ഇനി ചാനലിൽ നിന്ന് കൊടുത്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, പറഞ്ഞു വന്നതിന്റെ ആ ഒരു ഇതിൽ ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ മാർപ്പാപ്പ പാലസ്തീൻ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ കൂട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുത്ത ഒരു ഫോട്ടോ, കുറേയേറെ ഫോട്ടോസും വീഡിയോസും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയുണ്ടായി. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. നൈജീരിയയിൽ എന്തോരം നമ്മുടെ സഹോദരങ്ങൾ കൊല്ലപ്പെടുന്നു. മറ്റു പല സ്ഥലങ്ങളിലും ക്രിസ്ത്യാനി ആണ് എന്ന് അവകാശപ്പെടുന്നതിന്റെ പേരിൽ, ക്രിസ്തുവിന്റെ അനുയായി ആണ് എന്ന് പറയുന്നതിന്റെ പേരിൽ നമ്മുടെ സഹോദരങ്ങൾ തന്നെ കൊല്ലപ്പെടുന്നു. അതും ഈ മത തീവ്രവാദത്തിന്റെ ഇരകളായിട്ട് തന്നെയാണ് കൊല്ലപ്പെടുന്നത്. അവർക്ക് വേണ്ടി ഒന്നും ഒരു ഐക്യദാർഢ്യം പറയാനോ, അവർക്ക് വേണ്ടി ഒന്ന് കരയാനോ, അവർക്ക് വേണ്ടി അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനോ, ആ സമൂഹത്തിനെ ചേർത്ത് പിടിക്കാനോ തയ്യാറല്ലാത്തവര് പാലസ്തീനെ എടുത്തു കാണിക്കുന്നു. അത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളുടെ സമൂഹം പോലും കണ്ണു തുറക്കേണ്ട സമയമായി. പക്ഷെ എനിക്ക് തോന്നുന്നു ലിയോ പാപ്പ നൈജീരിയയിൽ തീവ്രവാദം, അവിടെ നടക്കുന്ന ആക്രമണത്തെ ശക്തമായിട്ട് അപലപിച്ച വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. ആദ്യമായി എനിക്ക് തോന്നുന്നുണ്ടല്ലോ, ആ ഫോട്ടോ എന്ന് പറയുന്നത് പാലസ്തീനിലുള്ള ക്രൈസ്തവ യുവജനങ്ങൾ മാർപ്പാപ്പയെ കാണാൻ ചെന്ന ഒരു ഫോട്ടോയാണ് നമ്മൾ കാണുന്നത്. അതായിരിക്കും ചേച്ചി പറഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു. സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായിട്ട് പ്രചരിച്ചായിരുന്നു. ഈ പാലസ്തീനിൽ ഉള്ള ക്രൈസ്തവ യുവജനങ്ങൾ കാണാൻ വേണ്ടി ചെന്നു. അവര് സ്വാഭാവികമായ ഒരു ഫോട്ടോ എടുത്തു. അതിനപ്പുറത്തേക്ക് മാർപ്പാപ്പ ഇതിനെ സപ്പോർട്ട് ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. നമുക്കറിയാമല്ലോ, ഇപ്പൊ മാർപ്പാപ്പയുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു മെത്രാന്റെ അടുത്ത് ആളുകൾ അപ്പോയിന്റ്മെന്റ് മേടിച്ചു ചെല്ലുമ്പോൾ നീ ഇന്ന സ്ഥലത്തുള്ളവനാണ് എന്നതിന്റെ പേരിൽ അവന് ഒരിക്കലും അപ്പോയിന്റ് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അപ്പൊ അവര് അവിടെയുള്ള ക്രൈസ്തവരായ യുവജനങ്ങള് പിതാവിനെ കാണാൻ ചെന്നതാണ്. അതിന്റെ ഫോട്ടോ ഞാൻ തോന്നുന്നു. അത് പിന്നീട് നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങളിട്ട് അതിന് മാർപ്പാപ്പ ജീവിതം ചിന്തിക്കാത്ത രീതിയിലുള്ള വ്യാഖ്യാനം കൊടുത്ത് പോസ്റ്ററും ഉണ്ടാകുന്ന കുഴപ്പമാണ്. അത് മാർപ്പാപ്പയുടെ കുഴപ്പമല്ല, നമ്മുടെ ഈ മാധ്യമ സംസ്കാരത്തിന് കുഴപ്പമായിട്ടാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. അതിനകത്ത് അവിടെയുള്ള ക്രൈസ്തവ യുവജനങ്ങളാണ് മാർപ്പാപ്പയെ കാണാൻ ചെന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ ഒരിക്കലും മാർപ്പാപ്പയ്ക്ക് പറയാൻ പറ്റില്ലല്ലോ ഞങ്ങള് പാലസ്തീൻകാരല്ലേ, നിങ്ങൾ മാർപ്പാൻ പറയാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും അതിനകത്ത് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ രണ്ട് സ്ഥലത്തും മരിക്കുന്നത് മനുഷ്യരാണ്, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. ഇപ്പൊ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മരിക്കുന്ന ജനങ്ങൾക്ക് പോലും അവർക്ക് തന്നെ അറിയില്ല അവരെന്താണ് കടന്നു പോകുന്നത്. ഇപ്പൊ നമ്മൾ ഏറ്റവും അടുത്ത് കാണുന്നുണ്ട്, പാലസ്തീനിന്റെ ഉള്ളിലുള്ള ആൾക്കാർ തന്നെ ഹമാസ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് മുന്നോട്ട്, അപ്പൊ ആൾക്കാര് അവബോധരായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തും മരിക്കുന്നത് മനുഷ്യരാണ്, മനുഷ്യജീവനുകളാണ്. തീർച്ചയായിട്ടും നമ്മൾക്ക് രണ്ട് ഭാഗത്തു നിന്നുള്ള ആൾക്കാരോടും ഐക്യദാർഢ്യം കൊടുക്കാൻ തന്നെ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. പക്ഷെ അതോടൊപ്പം തന്നെ എവിടെയും ആ ഒരു ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടോ, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ആ ഒരു പ്രവർത്തനത്തെ ന്യായീകരിച്ചുകൊണ്ട് ഒരു കാര്യമോ നമ്മളുടെ പിതാക്കന്മാരോ അല്ലെങ്കിൽ സഭാപിതാക്കന്മാരോ ഒന്നും പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പൊ അങ്ങനെ കാണുമ്പോൾ കേരളത്തില് നമ്മുടെ സഭയ്ക്ക് പോലും ഈ ഒരു വോട്ട് രാഷ്ട്രീയത്തെ പേടിയാണോ എന്ന് സംശയിക്കേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ. ഒരിക്കലും അല്ല കേട്ടോ. കാരണം ഇസ്രായേലില് ഞാൻ പറയാം, ഇപ്പൊ നമ്മുടെ സൗമ്യ എന്നല്ല ഇടുക്കിക്കാരി കൊച്ചു മരിക്കപ്പെട്ടെ, അന്ന് നമ്മുടെ കോതമംഗലം രൂപതയിൽ മടത്തുംകണ്ടത്ത് പിതാവ് പ്രസ്താവന ഇറക്കിയിരുന്നു. അതായത് വളരെ ശക്തമായ രീതിയിൽ
ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇസ്രായേലിലുള്ള ആളുകളെ കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള ചില കമന്റുകൾ ഉണ്ടായിരുന്നു. നമ്മളുടെ KCY ഉൾപ്പെടെയുള്ള പ്രസ്ഥാനത്തിലുള്ള കുട്ടികൾ വന്നിട്ടാണ് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, അതായത് നിങ്ങളെ അവിടെയുള്ള വർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ച് വളരെ മോശമായ കമന്റുകൾ കണ്ടിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ? അപ്പൊ നമ്മളുടെ ഈ പല ക്രൈസ്തവ മൂവ്മെന്റുകളും വളരെ ശക്തമായ രീതിയിൽ ഇതിന് സപ്പോർട്ട് ചെയ്യുകയും നമ്മുടെ പിതാക്കന്മാരെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ കേരളത്തിലെ മാധ്യമ സംസ്കാരം എന്ന് പറയുക ഒരു പ്രോ ഇസ്ലാമിക് മാധ്യമ സംസ്കാരമാണ്. അവരെപ്പോഴും അവർക്ക് പാലസ്തീൻ അനുകൂലമായ വാർത്തകൾ മാത്രമേ കൊടുക്കുള്ളൂ. ഇസ്രായേലിന് അനുകൂലമായതോ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിലപാട് കൊള്ളുന്നവർ എടുക്കാറില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചില തെറ്റിദ്ധാരണകൾ നമുക്ക് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും സഭ എന്നും തന്നെയല്ല, നമ്മുടെ 1 ലക്ഷത്തിലധികം നമ്മുടെ മലയാളികൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിലധികം പേര് നമ്മുടെ ആളുകൾ തന്നെയാ. അപ്പൊ അവരെ മറന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു നിലപാടെടുക്കാൻ കഴിയില്ല. അതിപ്പോ മാർപ്പാപ്പാട് എടുത്ത് പലസ്തീൻകാർ ചെന്നു അവരുടെ കൂട്ടത്തിൽ ഫോട്ടോ എടുത്തു എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വേറെ അർത്ഥമൊന്നുമില്ല. നമ്മുടെ നാട്ടിലാണ് അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ ഒരു ഇത്തരം ഒരു കാര്യം ജോയിൻ ചെയ്ത് പറഞ്ഞിട്ടാ, ഇപ്പോ ഇറാനുമായിട്ട് വന്ന യുദ്ധത്തിന് ശേഷം ഇസ്രായേല് നമ്മുടെ ഖത്തറിനെ അറ്റാക്ക് ചെയ്തൊരു സംഭവം ഉണ്ടായത്. ഖത്തറിനെ അറ്റാക്ക് ചെയ്തെങ്കിലും ഹമാസിന്റെ നേതാക്കൾ ഖത്തറിൽ ഉണ്ടെന്നുള്ള വിവരം കിട്ടി. ഹമാസ് നേതാക്കളെയാണ് അവർ ചെയ്തതും അത് കൃത്യമായിട്ട് അത് ചെയ്തു. അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായപ്പോൾ പിറ്റേ ദിവസം തൊട്ട് ഖത്തറിലെ മലയാളികൾക്ക് സുഖമാണോ, എല്ലാവരും ഓക്കെ ആണോ എന്ന് ചോദിക്കാനായിട്ട് നാട്ടിലെ രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു, മറ്റുള്ള ആൾക്കാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. എന്നാൽ 2023 തൊട്ട് 2025 വരെ ഈ 2 വർഷമായി ഇസ്രായേലിലെ മലയാളികൾക്ക് സുഖമാണോ, നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുന്നു അവിടെ, നിങ്ങൾ എല്ലാവരും സേഫ് ആണോ എന്നൊന്ന് ചോദിക്കാനോ ഞങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാനോ കേരളത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയക്കാരെയും കണ്ടില്ല, ഒരു സിനിമാക്കാരെയും കണ്ടില്ല. ഞങ്ങൾക്ക് ഇസ്രായേൽ മലയാളികൾക്ക് പൊതുവേ ഉള്ള ഒരു സങ്കടമാണ്. നമ്മൾക്ക് ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തോടുള്ള ആ ഒരു വിരോധം മുഴുവനും ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരായി ഞങ്ങളും കൂടി അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് ശരിക്കും ഇതിന്റെ ഒരു നേർക്കാഴ്ച എന്ന് പറയുന്നത്. അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കിട്ടുന്ന പ്ലാറ്റ്ഫോമിലല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വിഷയം പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടതും കൂടിയാണ്. ഇതിനു മുമ്പുള്ള പല സമയത്തും എനിക്ക് തോന്നുന്നു ഷൈനി ചേച്ചി പോലും നമ്മുടെ ഈ വേദിയിൽ പലവട്ടം ഇസ്രായേലിലെ മലയാളികളോട് ഇവിടുത്തെ കേരളത്തിലെ തന്നെ പല രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ സ്വന്തം നാട്ടുകാരായിരുന്നിട്ട് പോലും കാണിക്കുന്ന വിവേചനത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ ഒരു കാര്യം കൂടി, നേരത്തെ ഷൈനി ചേച്ചി പറഞ്ഞ ആ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ വരികയാണെങ്കിൽ ഒരു സങ്കീർണത അവിടെ ഇല്ലേ? ഇപ്പോൾ നേരത്തെ അച്ഛൻ പറഞ്ഞ കാര്യം, ഇപ്പോൾ പാലസ്തീന് ചില സഹായങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് വെച്ച് ഹമാസ് അവിടെ ഒരു ഭീകരവാദം തന്നെ വലിയ രീതിയിലൊരു ഭീകരവാദം അടിസ്ഥാനമിട്ട് വളർത്തിയെടുക്കും. പക്ഷേ അവിടെ ചില ക്രൈസ്തവരുണ്ടല്ലോ, ഇപ്പോൾ അവിടെ നമുക്കറിയാം ഒരു ക്രൈസ്തവ ദേവാലയമുണ്ട്, അവിടെ ഒരു കർദിനാളുണ്ട്, അദ്ദേഹം മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിൽ പോലും ആ ഒരു ലിസ്റ്റിലേക്ക് വന്നതാണ്. അപ്പോൾ അത്തരത്തിൽ അവിടെ ക്രൈസ്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ പാലസ്തീനെ മുഴുവനായിട്ട് തള്ളി പറയുമ്പോൾ അവിടെ നിരപരാധികളായ നിഷ്കളങ്കരായ, നേരത്തെ പറഞ്ഞ പോലെ ഹമാസ് അല്ലെങ്കിൽ തീവ്രവാദം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് അവിടെ സാധാരണ പോലെ ജീവിച്ചാൽ മതി, സാധാരണ മനുഷ്യരായി ജീവിച്ചാൽ മതി, ലോകം മുഴുവനും ജീവിക്കുന്ന പോലെ ജീവിക്കണം, പഠിക്കണം എന്നാഗ്രഹിക്കുന്ന കുട്ടികൾ, അത്തരത്തിലൊരു മാനുഷിക മൂല്യം കൂടി നമ്മൾ പാലസ്തീനുമായി ബന്ധപ്പെട്ട് കണക്കാക്കേണ്ടതല്ലേ? അല്ല, തീർച്ചയായിട്ടും അതെ. പക്ഷേ ഉണ്ടല്ലോ, ഈ ചേച്ചി പറഞ്ഞ പോലെ ഈ മലയാളികളൊന്നും ഇസ്രായേലിലുള്ള ആളുകളെ അന്വേഷിക്കുന്നില്ല എന്നൊരു ധാരണ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളം ഭരിക്കുന്നത് ഒരു പ്രോ ഇസ്ലാമിക് മൂവ്മെന്റ് ആണ്. അത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരെന്തായാലും ഒരു പ്രോ ഇസ്ലാമിക് മൂവ്മെന്റും കേരളത്തിലെ മാധ്യമങ്ങൾ ഭരിക്കുന്നത് ഒരു പ്രോ ഇസ്ലാമിക് ചിന്താധാരയുമാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഇടതുപക്ഷത്തിന്റെ ചിന്താധാരകളൊക്കെ പറയുമ്പോൾ അവരെപ്പോഴും പാലസ്തീൻ അനുകൂലമായ ഒരു കാഴ്ചപ്പാടുണ്ടാകുന്നു. അങ്ങനെയുള്ള ഒരു പ്രോ ഇസ്ലാമിക് മൂവ്മെന്റ് കേരളത്തില് നമ്മളുടെ എല്ലാ മേഖലയിലേക്ക് നടക്കപ്പെടുന്നത് കൊണ്ട് അങ്ങനെ ഒരു തെറ്റായ ഒരു ധാരണ നിർമ്മിക്കപ്പെടുന്നതാണ്. തീർച്ചയായിട്ടും സഭയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ശ്രദ്ധ ഏറെ കൺസേൺ ആണ്, വളരെ ചിന്തിക്കുന്നുണ്ട്. അതുതരം കാര്യങ്ങളിലേക്ക് നമ്മുടെ പ്രവാസി അപ്പോസ്തലേറ്റ് പോലെയുള്ള സംവിധാനങ്ങളിലൂടെ അത് പരമാവധി അത് ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അത് പുറം ലോകത്തേക്ക് അറിയേണ്ടതുപോലെ അറിയുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് പ്രശ്നമായിട്ട് വരിക. അതുപോലെ തന്നെ ഈ പാലസ്തീൻ പോലെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ പാലസ്തീനെയോ അല്ലെങ്കിൽ ഒന്നിനെയും ഒറ്റപ്പെടുത്തുക എന്നുള്ളതല്ല. അതായത് വസ്തുതാപരമായി നമ്മൾ അതിനെ സമീപിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നത് എവിടെയായാലും അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഒരിക്കലും പാലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഒരു സപ്പോർട്ടിങ് മെന്റാലിറ്റി നമുക്കൊരിക്കലും എടുക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം പാലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു ദ്വിരാഷ്ട്രവാദം ഇനി യാഥാർത്ഥ്യമായിട്ടില്ല. പാലസ്തീൻ എന്ന രാജ്യം ഇതുവരെ നിലവിൽ വന്നിട്ടില്ല.
അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അത്തരം ചില കാര്യങ്ങളുടെ സങ്കീർണത നിൽക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ക്രൈസ്തവ സഭയുടെ നിലപാട് ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങളിൽ ഒരു തരത്തിൽ പാലസ്തീൻ അനുകൂല മീറ്റിങ്ങുകളിലും പൊതുപരിപാടികളിലെല്ലാം വൈദികർ പങ്കെടുത്തു എന്ന തരത്തിൽ വലിയൊരു ആക്രമണം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ട കഴിഞ്ഞ ഒരു മാസം അല്ലെങ്കിൽ ആഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഈ വിഷയത്തിൽ ക്രൈസ്തവ നിലപാട് അത് എന്തായിരിക്കും? അച്ഛനൊന്നും പറയാൻ പറ്റും? അതായത് പാലസ്തീൻ അനുകൂല നിലപാടുകളിൽ വൈദികർ പങ്കെടുക്കണമെന്ന് ചോദിച്ചാൽ അല്പം നമ്മൾ ഇന്ന പരിപാടി എന്നുള്ളത് നമ്മൾ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളിലും ഒരു വിവേകം നമ്മൾ പാലിക്കേണ്ടത് ആവശ്യമാണ് എന്ന് വിചാരിച്ച് ഈ പാലസ്തീൻ നിലപാട് അനുകൂല നിലപാട് റാലിയിൽ പങ്കെടുത്തു എന്നതിന്റെ പേരിൽ നമ്മൾ ഇസ്രായേലിനെ എതിർക്കുന്നുവെന്നോ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നുവെന്നോ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നുവെന്നോ അർത്ഥമില്ല. അതായത് പാലസ്തീൻ നിലപാട് ചില വൈദികർ പങ്കെടുത്തത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവിടെയുള്ള ആളുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, നിങ്ങളുടെ വേദനയിൽ ഞങ്ങൾ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം പങ്കെടുത്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക. പക്ഷേ അതിൽ പങ്കെടുക്കണമായിരുന്നോ എന്നതിനെ കുറിച്ച് എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. നമ്മളൊരു പ്രോഗ്രാമിൽ നമ്മളെ വിളിക്കുമ്പോൾ ആരാണ് വിളിക്കുന്നത്, എന്തിനാണ് വിളിക്കുന്നത്, അവന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു വിവേകം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണമായിരുന്നു. അതിൽ രണ്ടാമതൊരു അഭിപ്രായം ഇല്ല. പക്ഷേ പങ്കെടുത്തവരുടെ ഉദ്ദേശശുദ്ധിയെ പോസിറ്റീവായിട്ട് കാണാനായിട്ടാണ് എനിക്കിഷ്ടം. പറഞ്ഞ വിഷയം കൂടി കൂട്ടിച്ചേർത്ത് ഒരു മാനുഷികമായ കാര്യം, അതായത് പാലസ്തീനിലും ഉണ്ട് ക്രൈസ്തവരുണ്ട്, ക്രൈസ്തവ ദേവാലയമുണ്ട്. അപ്പോൾ പാലസ്തീൻകാരെ മൊത്തത്തിൽ തീവ്രവാദികൾ എന്ന രീതിയിൽ ആക്ഷേപിക്കും, ശരിയാണോ? ഒപ്പം ഈ ഒരു ക്രൈസ്തവ കാഴ്ചപ്പാട് അത് ഇസ്രായേലിനൊപ്പമാണോ പാലസ്തീനൊപ്പമാണോ? എന്താണ് ഫീൽ ചെയ്തിരിക്കുന്നത്? ക്രൈസ്തവ കാഴ്ചപ്പാടെന്ന് പറയുന്നത് മനുഷ്യനോടൊപ്പമാണ്, വേദനിക്കുന്ന മനുഷ്യനോടൊപ്പമാണ് എല്ലാ കാലത്തും സഭയുടെ നിലപാടെന്ന് പറയുക. ഇപ്പൊ ഏതെങ്കിലും ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം മുഴുവൻ തീവ്രവാദികളാണെന്ന് പറയാൻ നമുക്ക് അവകാശമൊന്നുമില്ല. ഉദാഹരണം പറയാം, നമ്മുടെ കേരളത്തിലെ ചില ജില്ലകള്, അവിടെ ചില തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് വളരെ വേരോട്ടമുണ്ട്. പക്ഷെ അവിടെയുള്ള ജില്ലകളിലുള്ള മുഴുവൻ ആൾക്കാരും തീവ്രവാദികളാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോ ഈ ക്രൈസ്തവരുടെ നിലപാട് എന്ന് പറയുക മനുഷ്യനോടൊപ്പമാണ്. നമുക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാജ്യത്തെ നമ്മൾ ഏറെ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു. അവിടെയുള്ള നമ്മൾ ക്രൈസ്തവരെയും യഹൂദരെയും അവരുടെ സുരക്ഷിതത്വങ്ങളെയും അവരുടെ ആ ഒരു അധികാരത്തെയും ഒക്കെ ഏറെ ആദരവോടെ തന്നെ നമ്മൾ കാണുകയും ഒക്കെ ചെയ്യുന്നു. ഒപ്പം തന്നെ പാലസ്തീൻ എന്ന് പറയുന്ന ആ രാജ്യത്തെ നമ്മൾ ഒരിക്കലും തള്ളിക്കളയുകയോ നിങ്ങൾ മരിക്കപ്പെടേണ്ടവരാണ് അല്ലെങ്കിൽ നിങ്ങൾ തകർക്കപ്പെടേണ്ടവരാണെന്നൊരു നിലപാടൊന്നും സഭയ്ക്ക് ഇതുവരെയായിട്ട് നിലവിൽ എടുത്തിട്ടില്ല. അത് ഫ്രാൻസിസ് പാപ്പയായാലും ഇപ്പൊ ലിയോ പാപ്പയായാലും എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് അവിടെയുള്ള മനുഷ്യത്വത്തെ, മനുഷ്യന്റെ വേദനിക്കുന്ന മനുഷ്യനോടൊപ്പം സഭ എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പം ശത്രുവാണെങ്കിൽ പോലും വേദനിക്കുമ്പോൾ അവന്റെ കൂടെ കൂടുന്നതല്ലേ നമ്മുടെ ഒരു, അവനോട് ചേർന്ന് നിൽക്കുന്നതല്ലേ നമ്മുടെ ഒരു ക്രൈസ്തവ പാരമ്പര്യം എന്ന് പറയുക. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു മാനുഷിക മൂല്യം സഭ എന്നും ഉയർത്തിപ്പിടിക്കാറുണ്ട്. സങ്കടപ്പെടുന്ന മനുഷ്യനോട് കൂടെ എന്നും ആയിരിക്കാറുണ്ട്. അതൊരിക്കലും എതിർപക്ഷം ശരിയാണ് എന്ന് പറയുന്ന നിലപാടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം തകർക്കപ്പെടേണ്ടവരാണ്, കൊല്ലപ്പെടേണ്ടവരാണ്, ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടവരാണ് എന്നൊരു നിലപാടോ സഭയ്ക്കില്ല. എവിടെയായാലും സങ്കടപ്പെടുന്നവർക്കും വേദനിക്കുന്നവർക്കും ആരുമില്ലാതാകുന്നവർക്കും ആശ്രയം കൊടുക്കാനായിട്ട് സഭ എല്ലാ കാലത്തും ഉണ്ട്. അതിനെയും തുടരുക തന്നെ ചെയ്യും. ഷൈൻ ചേച്ചി, ഈ വിഷയത്തിൽ ചേച്ചിയുടെ ഒരു പ്രതികരണം പറയാൻ പറ്റുമോ? ഓക്കെ, ഇതിനകത്ത് നമ്മൾക്ക് പറയേണ്ട രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമ്മൾ ഈ ഇസ്രായേൽ പാലസ്തീനെ ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഗസയിലേക്ക് പ്രതിരോധത്തിനായിട്ടുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ദേവാലയം കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ നടത്തിയതായിട്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ മാത്രമായിട്ട് പോയിന്റ് ചെയ്ത് കൊല്ലപ്പെടുത്തിയതായിട്ടോ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല, അല്ലേ? നമ്മൾ എപ്പോഴും കേൾക്കുന്നത് എവിടെയാ? കുട്ടികളെയും സ്ത്രീകളെയും ഷീൽഡ് ആക്കിക്കൊണ്ട് അവര് വെക്കുന്ന ആയുധ ശേഖരണങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള സങ്കേതങ്ങളും ഒക്കെ നശിപ്പിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം ഈ ഒരു കിൻഡർ ഗാർഡന്റെ തൊട്ടടുത്തുള്ള കിൻഡർ ഗാർഡനുമായിട്ട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു സങ്കേതം നശിപ്പിക്കുന്നതിനിടയിൽ ഒരു പള്ളിക്ക് അപകടം ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഈ വിവേചനം സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമല്ല. ഞങ്ങളിവിടെ കാണുന്ന കാഴ്ചകളാണ്. ഇവിടെ മുസ്ലിങ്ങളായാലും ജൂതനായാലും ക്രിസ്ത്യാനി ആയാലും ഇനി ഈവൻ ബഹായി മതം വരെ ഉണ്ട് ഇവിടെ. ഒരു മതം എല്ലാ മതക്കാരും കൂടെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. സ്വദേശികളായാലും വിദേശികളായാലും അവരവർക്ക് അവരവരുടെ ജീവിത സ്വാതന്ത്ര്യവും ആരാധനാ സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും ഒക്കെ അനുവദിച്ചു കൊടുക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്.
ഇവിടെ ഈ ഒരു യുദ്ധം പൊട്ടി പുറപ്പെട്ട അന്ന് തൊട്ട് ഇന്ന് വരെ നമുക്ക് ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ആരാധനാ സ്വാതന്ത്ര്യം എന്താ പറയുക നഷ്ടപ്പെടുത്തി കളയുകയോ അല്ലെങ്കിൽ അതിന് റെസ്ട്രിക്ഷൻസ് വെക്കുകയോ ഒന്നുമില്ല. നമ്മുടെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ ആ ഒരു അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഗ്യാതറിങ് പാടില്ല, ഗെറ്റ് ടുഗദർ പാടില്ല, ഇന്ന നമ്പറിൽ കൂടുതൽ, ഇത്ര എണ്ണത്തിൽ കൂടുതൽ ആൾക്കാർ കൂടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ നമ്മുടെ ദേവാലയ ശുശ്രൂഷകളൊക്കെ ഒന്ന് പോസാവുള്ളൂ. അവിടെയും അപ്പോഴും ഉള്ളിലുള്ള വൈദികർക്ക്, സിസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ആ പരിസരത്തുള്ള ആൾക്കാർക്ക് ഒത്തുകൂടി ആരാധിക്കാനും ആരാധന സ്വാതന്ത്ര്യവും ഇവർ അനുവദിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഒരു മതപരമായിട്ടൊരു വിവേചനമുള്ള ഒരു രാജ്യമല്ല. അതുകൊണ്ട് തന്നെ ഇവൻ ഒരു പാലസ്തീനെ മാത്രമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ചിന്തിച്ചാലും ഇനി ഇവൻ നാളെ ആ ഒരു ഭരണ സ്വാതന്ത്ര്യം മാറിയാലും ഭരണസമിതി മാറി എന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും അവിടെ ആരാധനാ സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്ഷൻസും ജൂതന്മാര് ഇവിടെയുള്ള ആൾക്കാരോട് വെക്കാറുമില്ല. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞത്, എല്ലാവരെയും നമുക്ക് തീവ്രവാദികളായിട്ട് കാണാൻ പറ്റുമോ അല്ലെങ്കിൽ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിട്ട് കാണാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ മാർപ്പാപ്പയാണെങ്കിലും മറ്റു മത നേതാക്കന്മാർ, നമ്മുടെ ഒരു പുരോഹിതന്മാരായിട്ടുള്ള മത നേതാക്കന്മാരാണെങ്കിൽ തന്നെ അവരെല്ലാവരും ചേർത്ത് പിടിക്കും. നമുക്കതിന് മോശമായിട്ട് നമ്മൾ പറയുന്നതല്ല. കാരണം അവരും മനുഷ്യരാണ്, അവർക്കും സ്വാതന്ത്ര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ടാണെങ്കിലും ഒരു പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം വന്നാൽ തന്നെ അവിടെയുള്ള എല്ലാ മതക്കാരും ഒരുമിച്ച് പോകണമെന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് ഇവിടെ ജൂതജനത ഉള്ളത്, ജൂത സംസ്കാരം ഉള്ളത്, ജൂത ഗവൺമെന്റ് ഉള്ളത്. ഇവിടെയുള്ള ആൾക്കാർ, മജോറിറ്റി ആൾക്കാരും മറ്റുള്ള ആൾക്കാർക്ക് അവരവരുടേതായ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആൾക്കാരാണ്, ഭരണമാണ് ഉള്ളത്. അത് അങ്ങനെ വന്നാൽ തന്നെ അത് തീർച്ചയായിട്ടും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടിയുള്ള ഒരു രാഷ്ട്രം തന്നെയായിരിക്കും വരാൻ. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു അവസാനം ഇപ്പോൾ ട്രംപ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു 20 ആ ഒരു കരാർ അത് അംഗീകരിച്ചാൽ ഹമാസ് പൂർണ്ണമായും ഗാസ വിട്ട് പോയി കഴിഞ്ഞാൽ, അവർ ഭരണത്തിൽ നിന്ന് പൂർണ്ണമായി മാറിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം പിന്നീടുള്ള ഒരു കാര്യം? അതായത് ഇസ്രായേലിന് സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഗാസ അല്ലെങ്കിൽ ഒരു പാലസ്തീൻ അതിനെ ആര് ഭരിക്കണം? അവിടുത്തെ ഭരണപരമായ കാര്യങ്ങൾ അതെങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത്. ഇതൊന്നും നമ്മൾക്ക് അഭിപ്രായം പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടേതായ ആഗ്രഹങ്ങൾ നമുക്ക് പറയാം. പക്ഷെ എപ്പോഴും തീരുമാനം യുഎന്റേതായിരിക്കുമല്ലോ, യുഎനിലായിരിക്കുമല്ലോ ഇതിനൊരു തീരുമാനം വരാൻ പോകുന്നതും. ഭൂരിപക്ഷം എവിടെ നിന്നൊക്കെ ആയിരിക്കും? ഇപ്പൊ തന്നെ നമുക്കറിയാം പല പ്രാവശ്യവും ഈ ഒരു യുദ്ധത്തിന്റെ അവസാനത്തിന് വേണ്ടി ഈ പല പ്രാവശ്യം യുദ്ധത്തിൻ്റെതായ അവസാനത്തിന് വേണ്ടിയിട്ട് ഒരു കരാറ് വരാനും സമാധാന കരാറ് വരാനും ഒക്കെ പല പ്രാവശ്യം യുഎൻ മീറ്റിംഗ് കൂടിയപ്പോഴും ഒരുപാട് രാജ്യങ്ങൾ വിട്ടുനിന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ബെഞ്ചമിൻ നെതന്യാഹു അവിടെ ഈ ഒരു പ്രമേയം അവതരിപ്പിക്കാനായിട്ട് നിന്ന സമയത്ത് ഏറെ നല്ലൊരു ശതമാനം ബോയ്ക്കോട്ട് ചെയ്ത് മാറുക ചെയ്തേ. അപ്പൊ അവിടെ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തി നിൽക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ മൊത്തം ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, എല്ലാവരുടെയും പൊതുവായിട്ടുള്ള അഭിപ്രായം എങ്ങനെയായിരിക്കും എന്നനുസരിച്ച് മാത്രമേ നമുക്കിതിനൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇതിനകത്തേക്ക് നമുക്കിപ്പോൾ ഒരു തീരുമാനം പറയാനോ അതിനകത്തേക്ക് എത്താനോ നമുക്ക് പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. പിന്നെ നമ്മളുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അമേരിക്ക മുൻകൈ എടുത്ത് നല്ലൊരു കൺട്രോൾ പവർ വരുത്തി അവിടെ ഒരു കൺട്രോൾ കൊടുത്ത് ആ ഒരു പ്രദേശം മുഴുവനും ഒന്ന് ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ, അമേരിക്കയുടേതായ കൺട്രോളിൽ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമായിരിക്കും. കാരണം ഇസ്രായേലിന് മാത്രമായിട്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അതവിടെ വൈരാഗ്യങ്ങൾക്കും മുന്നോട്ടുള്ള യുദ്ധങ്ങൾക്കും എല്ലാം കാരണമാവുകയുള്ളൂ. അപ്പൊ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ മേൽനോട്ടത്തോടുകൂടി അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു നല്ല ശതമാനം ഉത്തരവാദിത്വത്തോടു കൂടി ഒരു ഭരണസമിതി വരികയോ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഭരണസമിതി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ വേറൊന്നും ഇതിനകത്ത് പറയാനില്ല. ഇനി ബന്ദികളുടെ വിട്ട് കൊടുക്കൽ, അതാണ് ഏറ്റവും മെയിനായിട്ട് സംഭവിക്കേണ്ടത്. നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ സംഭവിക്കണമെങ്കിൽ യുദ്ധം അവസാനിക്കണം, സമാധാന കരാറ് വരണം, സമാധാനപരമായിട്ട് എല്ലാം അവസാനിക്കണമെങ്കിൽ ഈ കിട്ടാൻ നിൽക്കുന്ന ബന്ദികളെ വിട്ടുകിട്ടിയാൽ മാത്രമേ ഉള്ളൂ. ഈ 20 പേര് ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുന്ന അവർക്ക് പകരമായിട്ട് ഹമാസ് മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡുകൾ ഒത്തിരിയും ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഡിമാൻഡുകളാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ജയിലുകളിൽ കഴിയുന്ന തീവ്രവാദികളായിട്ടുള്ള ആൾക്കാർ വർഷങ്ങളായിട്ട് മാരക കുറ്റങ്ങൾ ചെയ്ത് പിടിക്കപ്പെട്ട് ഇവിടെ ജയിലിൽ കഴിയുന്ന ആൾക്കാരെയാണ് പകരമായിട്ട് അവരാവശ്യപ്പെടുന്നത്. നമ്മൾ പണ്ട് ഈശോയെയും ബറാബാസിനെയും കൂടെ വെച്ച് വിലപേശിയതുപോലെ ഈശോയിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ബറാബാസിനെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ ആ ഒരു സെയിം അവസ്ഥയിലാണ് ഇപ്പം
നിലവിലത്തെ സിറ്റുവേഷൻ ഉള്ളത്. കൊടും കുറ്റവാളികളായിട്ടുള്ള ആൾക്കാരെയാണ്. ഒരു ജീവന് വേണ്ടി നമുക്കറിയാം, ഇതിനു മുമ്പാണെങ്കിലും പല തവണയായിട്ട് ബന്ദികളുടെ വിമോചനത്തിന് വേണ്ടിയിട്ട് ഒരു ജീവന് വേണ്ടി 100-150 കുറ്റവാളികളെ വിട്ടുകൊടുത്ത ചരിത്രമുണ്ട്. അപ്പൊ ഇത്തവണ ഈ ഒരു ലാസ്റ്റ് ഡീലിൽ എത്തി നിൽക്കുമ്പോൾ ഈ വിട്ടുകിട്ട ആകെപ്പാടെ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു 20 പേർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ 2000 പേരെ ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള വ്യവസ്ഥകളൊക്കെ കരാർ വെച്ച് ഒപ്പിട്ടാൽ മാത്രമേ ബന്ദികളുടെ മോചനം പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ ബന്ദികളെ പൂർണ്ണമായി വിട്ടുകിട്ടിയാൽ മാത്രമേ ഇസ്രായേൽ ഒരു യുദ്ധത്തിന്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തുള്ളൂ. അതുപോലെ തന്നെ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹമാസ് നിരായുധീകരണം, അവർ ആയുധം താഴെ വെക്കണം. ഹമാസ് ആയുധം താഴെ വെക്കും എന്നുള്ളതിന് ഒരു പ്രതീക്ഷ വെക്കാമോ എന്നുള്ളത് വലിയ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പൊ ഈ ഒരു 2 കാര്യം ദിവസങ്ങളായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. കൈറോയിൽ കഴിഞ്ഞ ദിവസം ചർച്ച ഉണ്ടാകുന്ന, ഇപ്പൊ വീണ്ടും ചർച്ച. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ 2-3 ദിവസം ഇവിടെ വർക്കിംഗ് ഡേ ആണ്. ആ ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചർച്ച ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ സിംഹത്തോറ, ഈ കഴിഞ്ഞ 2023 ഈ ഒരു നരനായാട്ട് നടന്ന ആ ഒരു ദിവസം അടുത്ത തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഒക്കെ ആയിട്ടാണ് ആ ഒരു വിശുദ്ധ ദിനം വരുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ ആ ദിവസത്തിലെങ്കിലും ഈ ജീവിച്ചിരിക്കുന്ന ബന്ദികൾ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടുകൂടി എങ്കിലും ഒരു സമാധാന കരാർ വരാനും യുദ്ധം അവസാനിക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും എന്തായാലും 2 വർഷമായി തുടരുന്ന ഈ ഒരു യുദ്ധത്തിനൊരു അവസാനം അത് വേണം. ലോകം ഒരുപാട് ആഗ്രഹിക്കുന്നു അത്തരത്തിൽ. അതുമാത്രമല്ല, ഈ ഒരു ഭീകരവാദത്തിന് അതിനൊരു അവസാനം കൂടി വേണം. സമാധാനം, ഗാന്ധിജി പറഞ്ഞതുപോലെ സമാധാനത്തിലേക്കുള്ള വഴിയല്ല, സമാധാനം തന്നെയാണ് അതിൻ്റെ വഴി എന്ന് പറയുന്ന പോലെ. എന്തായാലും ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്ത ശ്രീമതി ഷൈനി ബാബു, ഒപ്പം അഡ്വക്കേറ്റ് ഫാദർ റോബിൻ പടിഞ്ഞാറക്കൂട്ട്, രണ്ടുപേർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇന്ന് ഒക്ടോബർ 7. ഈ ദിവസം ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സംഘർഷത്തിൻ്റെ തുടക്കം നമ്മൾ ഓർമ്മിച്ചു. ഈ സന്ദർഭത്തിൽ ഗാന്ധിജിയുടെ ഈ വാക്കുകൾ നമുക്ക് ജീവിതത്തിൽ പകർത്താം. സമാധാനത്തിലേക്കുള്ള വഴിയല്ല, സമാധാനം തന്നെയാണ് വഴി. യുദ്ധം ആർക്കും ഒരു വിജയവുമല്ല. സമാധാനത്തിനായി നിലകൊള്ളാനുള്ള പുതിയൊരു ദിനമാവട്ടെ ഇന്ന്. നേർക്കാഴ്ചയുടെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഈ നേർക്കാഴ്ചയിൽ പങ്കെടുത്തത് അഡ്വക്കേറ്റ് ഫാദർ റോബിൻ പടിഞ്ഞാറേക്കൂട്ട്, കോതമംഗലം രൂപതയിലെ വൈദികനാണ്. ഒപ്പം ഇസ്രായേലിൽ നിന്നുള്ള മലയാളി ശ്രീമതി ഷൈനി ബാബുവാണ്. രണ്ടുപേർക്കും പ്രത്യേകം നന്ദി. ഒപ്പം ഈ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി. താങ്ക് യു.